നമ്മുടെ കണ്ണുകളെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ അടയ്ക്കാം. നമ്മുടെ ഹൃദയ കണ്ണുകളെല്ലാം ഇന്നൊന്ന് തുറക്കട്ടെ. എൻ്റെ കർത്താവിനെ എനിക്കൊന്ന് കാണണമെന്നുള്ള, കർത്താവിൽ നിന്നും കേൾക്കണമെന്നുള്ള ആ ഉറപ്പോടെ കർത്താവിൻ്റെ പാദപീഠത്തെങ്കിലായിരിക്കുവാൻ നമ്മെ തന്നെ ഒന്ന് ബലപ്പെടുത്താം. നമ്മുടെ കുറവുകളെല്ലാം ദൈവസന്നിധിയിൽ ഒന്ന് ഏറ്റുപറയാം. നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ വീഴ്ചകളെയും കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് പറയാം. കർത്താവേ, നീ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ കർത്താവേ എന്ന് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് കർത്താവിനോടൊന്ന് പറ. കർത്താവേ, നീ എന്നോടൊന്ന് ഇടപെടണമേ, നിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ നീ എന്നെ സഹായിക്കണമേ എന്ന് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടേ ആയിരിക്കാം. വിശ്വസ്തതയുമേ സ്വർഗീയ നല്ല പിതാവേ, നല്ല ദിവസത്തിനായി അടിയങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ വിശുദ്ധ ദിവസവും അടിയങ്ങൾക്ക് ഒരുമിച്ച് ആലയത്തിൽ കടന്നു വന്ന് അങ്ങയോട് ചേർന്നങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഇന്നു പകലും കൃപ തന്നതോർത്ത് അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. അനേകർക്ക് ലഭിക്കാത്ത ഭാഗ്യാവസ്ഥ കർത്താവ് അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്നതോർത്ത് അടിയങ്ങളങ്ങേ സ്തുതിക്കുന്നു. ആ വലിയ കൃപയ്ക്കായി അടിയങ്ങളങ്ങേ സ്തുതിക്കുന്നു. ആ കരങ്ങളിലേക്ക് ഇന്ന് പകൽ അടിയങ്ങൾ സമർപ്പിക്കുകയാകുന്നു കർത്താവേ. അടിയങ്ങളുടെ കർത്താവേ, എല്ലാ വീഴ്ചകൾ, കുറവുകൾ, അടിയങ്ങളുടെ സംസാരത്തിലെ, നോട്ടത്തിലെ, ചിന്തകളിലൊക്കെയും വന്ന കുറവുകളെ എൻ്റെ കർത്താവ് അടിയങ്ങളോട് ക്ഷമിച്ച് കർത്താവേ, ഇന്ന് ആത്മീയ അനുഗ്രഹം പ്രാപിച്ച് മടങ്ങുവാൻ തക്കവണ്ണം സ്വർഗം ഇടപെടുമാറാകണമെന്ന് അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷകളെയെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ. കർത്താവെ, പാടുവാൻ, ആരാധിപ്പാൻ നിന്റെ മക്കളെ നീ ബലപ്പെടുത്തണമേ. അത് കടന്നു വന്ന് എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ, ഒരുമിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ കർത്താവെ നീ സഹായിക്കുമാറാകണമെന്ന് അങ്ങയോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്നത്തെ ശുശ്രൂഷകളുടെ മേൽ കർത്താവേ, കർത്തൃമേശ ശുശ്രൂഷയുടെ മുമ്പിലുണ്ട്. അതും നിങ്ങൾക്ക് കർത്താവെ ബലം പകരുന്നതായി തീരുവാൻ, പുതിയ തീരുമാനം എടുക്കുന്നതായി തീരുവാൻ, കർത്താവിനോട് പറ്റിച്ചേർന്നതായി തീരുവാൻ ഇന്ന് കർത്താവ് സഹായിക്കുമാറാകണമെന്ന് അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. വചന ശുശ്രൂഷകളൊക്കെ കടന്നു വരുന്ന എല്ലാവർക്കും അനുഗ്രഹമാക്കി തീർക്കണമേ. ആരും കർത്താവെ വേദനയോടെ മടങ്ങുവാൻ സ്വർഗം അനുവദിക്കല്ലെന്ന് പ്രാർത്ഥിക്കുന്നു. ലഭിക്കുന്ന ആലോചനകൾ കർത്താവെ അടിയങ്ങളുടെ ജീവിതത്തിൽ അത് വിടുതലായി എന്ന് പറയുവാൻ, അത് സന്തോഷമായി എന്ന് പറയുവാൻ, ഇന്ന് ഞാൻ കടന്നു വന്നത് എൻ്റെ ജീവിതത്തെ അനുഗ്രഹമായി എന്ന് പറയുവാൻ തക്കവണ്ണം സ്വർഗം ഇടയാക്കണമെന്ന് അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. അതേ സന്തോഷത്തിൽ കർത്താവേ ഭവനത്തിൽ മടങ്ങിപ്പോകുവാൻ, ഭവനത്തിൽ കടന്നു ചെന്നാലും അതിൻ്റെ അനുഭവം അവിടെ കർത്താവെ ആയിത്തീരുവാൻ, ഭവനത്തിൽ ഉള്ളവർക്ക് അത് വിടുതലായി തീരുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മയ്ക്കായും അങ്ങയെ സ്തുതിക്കുകയാകുന്നു കർത്താവേ. കടന്നു വന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പേരായി അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കുടുംബമായി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വ്യക്തികളായി കർത്താവേ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചെങ്കിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. നിന്റെ മക്കളെല്ലാം കർത്താവ് ഒന്നുപോലെ അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ കൃപ നിന്റെ മക്കളുടെ മേൽ ചൊരിയണമേ. ഒന്നിനും ഒരു മുട്ടം വരാതെ സ്വർഗം സൂക്ഷിക്കുന്നതോർത്ത് അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ. കടന്നു വരുവാനുള്ളവരെത്രയും വേഗം കടന്നു വന്ന് അടുങ്ങിൽ ഒരുമിച്ച് അങ്ങ് ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ സ്വർഗമടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും കാരണവശാൽ ഇന്ന് കടന്നു വരാൻ സാധിക്കാതെ പോകുന്ന അടിയങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവരോടും കർത്താവ് ഇടപെടണമേ. അടിയങ്ങളങ്ങയുടെ പാദപീഠത്തിൽ നിന്നും പ്രാപിക്കുമ്പോൾ അതിൻ്റെ നന്മകൾ അവർക്കും ലഭിക്കേണ്ടതിന് സ്വർഗം അവിടെയും ഇടപെടുമാറാകണമെന്ന് അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. ആ വലിയ കരുത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ നീ അടിയങ്ങളെ സഹായിക്കണം. അതിയോടന്തം സാന്നിധ്യം കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല മാനവും മഹത്വവും അവിടത്തേക്ക് തരുന്നു, യേശുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. അപ്പോൾ മനോജ് പാസ്റ്ററും പോയിട്ട് കടന്നു വന്ന് ആരാധന ലീഡ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശബ്ദമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്തൃസന്നിധിയിൽ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിലായിരിക്കാമല്ലോ. ഇന്നത്തെ ആരാധന ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി വളരെ പ്രാർത്ഥനയോടെ നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിൽ മാത്രം ആശ്രയിച്ച്, പരിശുദ്ധാത്മാവിനെ വിട്ടുകൊടുത്ത് നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിലേക്ക് നമ്മെ സമർപ്പിക്കാമല്ലോ. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ഈ വിശുദ്ധ ദിവസം നമ്മുടെ കർത്താവിനെ, നമ്മുടെ രാജാതിരാജാവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയായി തീരട്ടെ.
ലോകം മുഴുവൻ ഇന്നത്തെ ദിവസം കർത്താവിനെ ഒരുമിച്ച് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുമ്പോൾ നമുക്കും സഭയായി ചേർന്ന് പ്രിയ കുഞ്ഞുങ്ങളോട് GCHനോട് ചേർന്ന് ദൈവജനത്തോട് ചേർന്ന് നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം ഒരുക്കുന്ന നല്ല അവസരങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയാം. നമ്മൾ ഇത്ര സ്വാതന്ത്ര്യത്തോടെ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇങ്ങനെയൊന്നും ആരാധിക്കാൻ കഴിയാതെ, ഒരു നല്ല പാട്ട് പാടി ദൈവത്തെ ആരാധിക്കാൻ പോലും കഴിയാതെ, സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ കഴിയാതെ അനേക പ്രിയപ്പെട്ടവർ ആയിരിക്കുമ്പോൾ നമുക്ക് സ്വതന്ത്രത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ തന്ന നല്ല അവസരങ്ങളെ ഓർത്ത് കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പാട്ടുകളിലൂടെ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ ഇടയായി തീരട്ടെ. ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്കും ദൈവത്തിന് നന്ദി പറഞ്ഞു തുടങ്ങിയാട്ടെ. എല്ലാ അതരങ്ങളും തുറന്ന് അല്പസമയങ്ങൾ സ്തോത്രത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. എല്ലാ വായുകളും തുറന്ന് അല്പസമയങ്ങൾ സ്തോത്രം ചെയ്താട്ടെ. ചെറുതും വലുതുമായി ദൈവം നമുക്ക് വേണ്ടി ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാമല്ലോ. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മുടെ തലമുറകളെ ഓർത്ത ദൈവം, നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത ദൈവം, നമ്മെ പരിപാലിച്ച നമ്മുടെ കർത്താവ്, നമ്മുടെ കുടുംബത്തെ കണ്ട ദൈവം, കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവൻ നമ്മെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞ് നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ സഹായിച്ച കർത്താവിനെ ഈ ഞായറാഴ്ച ദിവസം രാവിലെ നമ്മൾ ഒരുമിച്ച് പാടി ആരാധിക്കുമ്പോൾ നിറഞ്ഞ പ്രത്യാശയോടെ കവിയുന്ന ഒരളവിൽ കർത്താവിൻ്റെ മഹത്വം അറിയുവാൻ ഇന്ന് പകലിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ദൈവിക സാന്നിധ്യത്തിൻ്റെ വലിയൊരു നിറഞ്ഞൊഴിവ് അവൻ ഈ പകലിൽ അനുഭവിക്കേണ്ടതിനായി എല്ലാവരും ഒന്ന് സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. തുടക്ക സമയം തന്നെ അന്തരീക്ഷം ചേഞ്ചായി മാറട്ടെ. പരിശുദ്ധാത്മാവിന് പൂർണ്ണ സ്വാതന്ത്ര്യം വിട്ടുകൊടുത്തുകൊണ്ട് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഞാനല്ല പ്രവർത്തിക്കേണ്ടത്, എന്നിലൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ പ്രവർത്തിക്കണോ. ഞാനല്ല ദൈവത്തെ സ്തുതിക്കുന്നത്, എന്നിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ദൈവത്തെ ആരാധിക്കേണ്ടതിന് എന്നെ ബലപ്പെടുത്തുമെന്ന വിശ്വാസത്തോടെ ഒന്ന് സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ അതരം തുറക്കുമ്പോൾ നിങ്ങളുടെ അതരത്തിലൂടെ പുറത്തു വരുന്ന സ്തുതിയും സ്തോത്രമോ പൂർണ്ണമായും ദൈവത്തെ സ്തുതിക്കുന്നതായി മാറട്ടെ. മാനുഷിക ആരാധന മാറിയിട്ട് പരിശുദ്ധാത്മാവിലുള്ള ആരാധന ഈ പകലിൽ വെളിപ്പെട്ട് വരട്ടെ. എല്ലാവരും സ്തോത്രം ചെയ്തു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. പൂർണ്ണമായി ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചൊന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ഹോ രബശബ്ദരകൾ കമനിയ. ആ പൊൻമുഖത്തേക്ക് നോക്കി, ആ സൂര്യനേക്കാൾ തേജസ്സുള്ള ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി അങ്ങ് പരിശുദ്ധനാണെന്നൊന്ന് പറയുവാൻ, അങ്ങ് വിശുദ്ധനാണെന്നൊന്ന് പറയുവാൻ, അങ്ങ് മാത്രം യോഗ്യനെന്ന് പറയുവാൻ ഇന്ന് പകലിൽ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? അല്പസമയങ്ങൾ സ്തോത്രത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ജീസസ് ഹല്ലേലൂയ. താൻ വാഴുകയാ ആകുലമില്ല, നാളെയൊന്ന് ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്ത എത്ര ധന്യമേ ഈ ലോകജീവിതം. താൻ വാഴുകയാ ആകുലമില്ല, നാളെയെന്ന് ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്ത എത്ര ധന്യമേ ഈ ലോക ജീവിതം. നമ്മുടെ ദൈവത്തിൻ്റെ കരത്തിൽ നമ്മൾ സുരക്ഷിതരാണ്. അവൻ്റെ കരത്തിൽ നമ്മൾ ഭദ്രമാണ്.
ഈ വരികൾ ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ, നമ്മുടെ രാജാതിരാജാവിനെ, നമ്മുടെ രക്ഷകനായ യേശുവിനെ, നമ്മുടെ വിശ്വസ്തനായ നമ്മുടെ പിതാവിനെ, യോഗ്യനായ നമ്മുടെ കർത്താവിനെ ഒരുമിച്ച് ആരാധിക്കുവാനിടയായി തീരട്ടെ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ മനഃപൂർവ്വമായി അടച്ച് നമുക്കൊരുമിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കാമല്ലോ. ഹല്ലേലൂയ ജീസസ്, ഹല്ലേലൂയ. ദൈവത്തിൻ പുത്രനാ യേശുഭുജാതനാ സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാ. ദൈവത്തിൻ പുത്രനാ യേശുഭുജാതനാ സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാ. താൻ വാഴുകയാ ആകുലമില്ല നാളെയെന്ന് ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ഈ ലോക ജീവിതം. താൻ വാഴുകയാ ആകുലമില്ല നാളെയെന്ന് ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ഈ ലോക ജീവിതം. തൻകരങ്ങൾ പിന്നിലുണ്ട് തൻ വഴികൾ സമ്പൂർണമല്ലോ ദോഷമായൊന്നും താനം ചെയ്യുകയില്ലല്ലോ. ആദി വേണ്ട ആശ്രയമേകാൻ തൻകരങ്ങൾ പിന്നിലുണ്ട് തൻ വഴികൾ സമ്പൂർണമല്ലോ ദോഷമായൊന്നും താരം ചെയ്യുകയില്ലല്ലോ. താൻ വാഴുകയാ ആകുലമില്ല നാളെയെന്ന് ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ഈ ലോക ജീവിതം. താൻ വാഴുകയാ ആകുലമില്ല നാളെയെന്ന് ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ഈ ലോക ജീവിതം. അനാഥനല്ല ഞാൻ, അശരണരല്ല ഞാൻ, അവകാശിയാണ് ഞാൻ, പരദേശിയാണ് ഞാൻ.
അത്യുന്നതന്റെ തിരുമാർവിൽ ഞാൻ സുരക്ഷിതനാണ്. എന്നെ വീണ്ടെടുക്കുന്നവൻ, എന്നെ സഹായിക്കുന്നവൻ ഇന്ന് പകലിൽ എൻ്റെ കൂടെയുണ്ട്. ഏതാപത്തിലും ഏത് പ്രതിസന്ധികളിലും എന്നെ കരം പിടിച്ച് നടത്തുന്ന, എന്നെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ മഹാസാന്നിധ്യം ഇന്ന് പകലിൽ എൻ്റെ കൂടെയുണ്ട്. വിശ്വസിക്കുന്നവർ അല്പസമയങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്ത് ആ ദൈവത്തെ മഹത്വപ്പെടുത്താമല്ലോ. ഹല്ലേലൂയ. അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ. അത്യുന്നതൻ തൻ തിരുമാർവിൽ നിത്യവും ചാരിടും ഞാൻ എത്ര മോദമാ. അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ. അത്യുന്നതൻ തൻ തിരുമാർവിൽ നിത്യവും ചാരിടും ഞാൻ എത്ര ബോധമാ. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെയെന്ന് ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താ ആയത്ര ധന്യമേ ലോകജീവിതം. താൻ വാഴുകയാ, താൻ വാഴുകയാ, ആകുലമില്ല, നാളെയെന്ന് ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താ ആയത്ര ധന്യമേ ലോകജീവിതം. താൻ വാഴുകയാ, താൻ വാഴുകയാ, ആകുലമില്ല, നാളെയെന്ന് ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താ ആയത്ര ധന്യമേ ലോകജീവിതം. ആയത്ര ധന്യമേ ലോകജീവിതം. വാഴുകയാ, ആകുലമില്ല, നാളെയെന്ന് ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താ ആയത്ര ധന്യമേ ലോകജീവിതം. നമ്പുവേ എന്നേസു ഒരുവരെ, നമ്പുവേ എന്നേസു ഒരുവരെ, നമ്പുവേ എന്നേസു ഒരുവരെ, നമ്പുവേ എന്നേസു ഒരുവരെ. അവര് മാത്രം പാടാമോ? നമ്പുവേ എന്നേസു ഒരുവരെ, നമ്പുവേ എന്നേസു ഒരുവരെ. എൻ പാതയെല്ലാം അന്ധകാരം സൂழ்ந்தாலும் வாழ்க்கை முடிந்தது மறுவாழ்வையில்லை என்றாலும். என் பாதையெல்லாம் அந்தகாரம் சூழ்ந்தாலும் வாழ்க்கை முடிந்தது மறுவாழ்வையில்லை என்றாலும். என்னை தேற்றுவதற்கு யாரும் இல்லை என்றாலும் நம்புவே എന്നേസു ഒരുവരെ. എന്നെ തേറ്റുവതർക്കു യാരും ഇല്ല என்றாலும் നമ്പുവേ എന്നേസു ഒരുവരെ. ശബ്ദമുയർത്തി നമ്പുവേ, ഓ നമ്പുവേ എന്നേസു ഒരുവരെ,
நண்புவே என் இயேசு ஒருவரே, நண்புவே என் இயேசு ஒருவரே, நண்புவே என் இயேசு ஒருவரே, நண்புவே, நண்புவே என் இயேசு ஒருவரே, நண்புவே என் இயேசு ஒருவரே, நண்புவே என் இயேசு ஒருவரே, சப்தமுயர்த்தி நண்புவே, ஓ நண்புவே என் இயேசு ஒருவரே. நான் நிற்கும் பூமி நிலை குலந்து அசிந்தாலும், என் நம்பிக்கையின் அஸ்திவாரம் அசைந்தாலும், நான் நிற்கும் பூமி நிலை குலந்து அழிந்தாலும், என் நம்பிக்கையின் அஸ்திவாரம் அசைந்தாலும், நான் நம்புவதற்கு ஒன்றும் இல்லை என்றாலும், நண்புவே என் இயேசு ஒருவரே, நான் நம்புவதற்கு ஒன்றும் இல்லை என்றாலும், நண்புவே என் இயேசு ஒருவரே. சப்தமுயர்த்தி, ஓ நண்புவே என் இயேசு ஒருவரே, நண்புவே என் இயேசு ஒருவரே, ஓ நண்புவே என் இயேசு ஒருவரே, நண்புவே என் இயேசு ஒருவரே, நண்புவே, ஓ நண்புவே என் இயேசு ஒருவரே, യേശുവിന്റെ മഹത്വം, ഹല്ലേലൂയ, നന്ദുവേ എൻ യേശു ഒരുവരേ. രണ്ട് കരമുയർത്തി പാടാമോ? ഓ നന്ദുവേ എൻ യേശു ഒരുവരേ, നന്ദുവേ എൻ യേശു ഒരുവരേ. എൻ பாதையெல்லாம் அந்தகாரம் சூழ்ந்தாலும், வாழ்க்கை முடிந்தது மறுவாழ்வு இல்லை என்றாலும், என் பாதையெல்லாம் அந்தகாரம் சூழ்ந்தாலும், வாழ்க்கை முடிந்தது மறுவாழ்வு இல்லை என்றாலும், என்னை தேற்றுவதற்கு யாரும் இல்லை என்றாலும், நண்புவே என் இயேசு ஒருவரே, என்னை தேற்றுவதற்கு யாரும் இல்லை என்றாலும், நண்புவே என் இயேசு ஒருவரே, நண்புவே, நண்புவே என் இயேசு ஒருவரே, நண்புவே என் இயேசு ஒருவரே, ஓ ஹல்லேலூயா, நண்புவே என் இயேசு ஒருவரே, நண்புவே என் இயேசு ஒருவரே, நண்புவே, ஓ நண்புவே என் இயேசு ஒருவரே, நண்புவே என் இயேசு ஒருவரே. தேவா நின் மகிமை நன்மையெல்லாம் பரிசுத்த ஸ்தானத்தில் மூடுதே, தேவாவின் மகிமை நன்மையெல்லாம் பரிசுத்த ஸ்தானத்தில் மூடுவே, தேவா பிரசன்னமே இறங்கியே வந்திடுதே, ஓ தேவா பிரசன்னமே இறங்கியே வந்திடுதே, தேவாவின் மகிமை நன்மையெல்லாம் பரிசுத்த ஸ்தானத்தில் மூடுதே, தேவாவின் மகிமை நன்மையெல்லாம் பரிசுத்த ஸ்தானத்தில் மூடுதே, தேவாவின் மகிமை, தேவாவின்
മഹിമൈ നന്മയെല്ലാം പരിശുദ്ധ സ്ഥാനത്തിൽ മൂടുതേ. ദേവാവിൻ മഹിമൈ നന്മയെല്ലാം പരിശുദ്ധ സ്ഥാനത്തിൽ മൂടുതേ. ദേവാവിൻ മഹിമൈ നന്മയെല്ലാം പരിശുദ്ധ സ്ഥാനത്തിൽ മൂടുതേ. ദേവാവിൻ മഹിമൈ ശബ്ദമുയർത്തി ഹല്ലേലൂയ പരിശുദ്ധ സ്ഥാനത്തിൽ ദേവാവിൻ മഹിമൈ ദേവാവിൻ മഹിമൈ നന്മയെല്ലാം പരിശുദ്ധ സ്ഥാനത്തിൽ ഓ ഹല്ലേലൂയ ദേവാവിൻ മഹിമൈ ദേവാവിൻ മഹിമൈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തോടെ ആ ദേവാദിദേവന്റെ സ്ഥാനത്തിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ദേവാവിൻ മഹിമൈ നന്മയെല്ലാം ഓ ശബനമലമശബ്ദത്തിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ ദേവാവിൻ മഹിമൈ നന്മയെല്ലാം ഓ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ എന്നുയിരാണ് ഉയിരാണ് ഉയിരാണ് യേശു എന്നുയിരാണ് ഉയിരാണ് ഉയിരാണ് യേശു എന്നുയിരാണ് യേശു എന്നുയിരോടു കലർന്ന് എന്നുയിരേ ഞാനമ്മേ തുണിപ്പേ എന്നുയിരേ ഞാനമ്മേ തുണിപ്പേ എന്നുയിരാണ് ഉയിരാണ് ഉയിരാണ് യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഉയിരാണ് ഉയിരാണ് യേശു എന്നുയിരാണ് യേശു ശബ്ദമുയരട്ടെ എന്നുയിരോടു കലർന്ന് എന്നുയിരേ ഞാനമ്മേ തുണിപ്പേ ഹല്ലേലൂയ എന്നുയിരേ ഞാനമ്മേ തുണിപ്പേ എൻ ജീവനാണ് 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 യേശു അതരങ്ങളെ തുറന്നുകൊണ്ട് പറഞ്ഞു ജീവനാണ് 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 യേശു ഒരിക്കൽ കൂടി എൻ ജീവനാണ് 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 യേശു എൻ ജീവനാണ് 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 യേശു എൻ ജീവനാണ് യേശു എൻ ജീവനോട് ഹല്ലേലൂയ എൻ ജീവനെ ഞാനുമ്മേ തുതിപ്പേ ഹല്ലേലൂയ എൻ ജീവനെ ഞാനുമ്മേ തുതിപ്പേ എൻ സ്വന്തമാണെന്ന് പറയുമോ എൻ സ്വന്തമാണ് 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 യേശു എൻ സ്വന്തമാണ് 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 യേശു എൻ സ്വന്തമാണ് യേശു എൻ സ്വന്തമാണ് യേശു എൻ സ്വന്തമേ സ്തുതിപ്പേ എൻ സ്വന്തമേ ഞാനങ്ങേ സ്തുതിപ്പേ എൻ ജീവനാണ് 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 ഇത് പറയുമ്പോൾ ജീവനാണ് ശക്തിയോടെ പറയാം ജീവനാണ് യേശു എൻ ജീവനാണ് 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 യേശു എൻ ജീവനാണ് 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 യേശു എൻ ജീവനാണ് യേശു എൻ ജീവനോട് കലർന്നു എൻ ജീവനെ ഞാനമ്മേ തുതിപ്പേ എൻ ജീവനെ ഞാനമ്മേ തുടിപ്പേ എന്നുയിരാണ് എന്നുയിരാണ് ഉയിരാണ് ഉയിരാണ് യേശു എന്നുയിരാണ് ഉയിരാണ് ഉയിരാണ് യേശു എന്നുയിരാണ് യേശു എന്നുയിരോട് കലർന്ന് എന്നുയിരേ ഞാൻ ഉമ്മേ തുതിപ്പേ
സ്തുതിപ്പേ என் உயிரே நான் உம்மை ஸ்துதிப்பே. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, യേശു എൻ്റെ ജീവനാണ്, യേശു എൻ്റെ സ്വന്തമാണ്. ആർക്കും വിട്ടുകൊടുക്കാതെ സ്വന്തമാണെന്നൊന്ന് പറയാൻ എത്രവർക്ക് കഴിയുന്നുണ്ട്? യേശു എൻ്റെ സ്വന്തമാണെന്നൊന്ന് പറയുവാൻ, ആർക്കും യേശുവിനെ വിട്ടുകൊടുക്കാതെ ആ യേശു എൻ്റെ സ്വന്തമാണെന്നൊന്ന് പറയുവാൻ ഈ പകലിൽ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? സങ്കീർത്തനക്കാരനായ ദാവീദ് 23-ാം സങ്കീർത്തനത്തിൽ താൻ എഴുതി വച്ചിരിക്കുന്നു, യഹോവ എൻ്റെ ഇടയനാണ്. അത് നിന്റെ ഇടയനല്ല പറഞ്ഞത്, യഹോവ എൻ്റെ ഇടയനാണ്. അതൊരു അവകാശമാണ്. യേശു എൻ്റെ അവകാശമാണ്. അങ്ങനെ ഒന്ന് പറയാൻ ഈ പകലിൽ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ആർക്കും വിട്ടുകൊടുക്കാൻ കഴിയാത്തൊരു ദൈവ സ്നേഹം. യേശു എൻ്റെ സ്വന്തമാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നു. അങ്ങനെ പറയുന്നവൻ പിന്നെ പറയൂ, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് യാതൊരു കാര്യത്തിനും മുട്ടുണ്ടാകയില്ല. അങ്ങനെ പറയുന്നവർക്ക് വെളിപ്പെടുന്ന അത്ഭുതമാണ്, യാതൊരു കാര്യത്തിനും നിനക്ക് മുട്ടുവരികയില്ല. Come on. Oh Jesus, hallelujah. യഹോവ എൻ്റെ ഇടയനാണെന്ന് പ്രഖ്യാപിക്കുന്നവർക്ക് യാതൊരു കാര്യത്തിനും മുട്ടുവരികയില്ല. ഓ, ആ ദൂതൊന്ന് ഏറ്റെടുക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. പലവിധ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന നിങ്ങളോട് പ്രവചനാത്മാവിൽ പറയുന്നു, നിങ്ങളൊന്നും പറഞ്ഞു നോക്കിക്കേ, യഹോവ എൻ്റെ ഇടയനാകുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് യാതൊരു കാര്യത്തിനും മുട്ടുവരികയില്ല. ഇന്ന് പകലിൽ ഏതെങ്കിലും വിഷയത്തിൽ മുട്ടുവന്ന് ഭാരപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? ഈ വചനത്തിലൂടെ ഉറപ്പിക്കുന്നു, യഹോവ നിന്റെ ഇടയനാണെങ്കിൽ നിന്റെ സകല ബുദ്ധിമുട്ടുകൾ മാറുന്ന ദിവസമായിരിക്കും. കമാൺ, കരമടിക്കാൻ പറ്റുന്നവർ കരമടിച്ച്. ഓ ജീസസ്, ഇതിനകത്ത് ദൈവത്തിന്റെ വലിയ ചലനങ്ങൾ സംഭവിക്കുന്നു. ഓ റബബബ ശംഭരേരകൾ കമനിയ. ഹല്ലേലൂയ. ഈ പകലിൽ ചിലരുടെ ബുദ്ധിമുട്ടുകൾ മാറാൻ പോകുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല. ഒരിക്കൽ ഒരു മകൻ അപ്പനിൽ നിന്ന് തനിക്കുള്ള ഓഹരിയെല്ലാം വാങ്ങിച്ചുകൊണ്ട് ദൂരെ ഒരു ദേശത്തേക്ക് യാത്ര തിരിച്ചു. ഒരുപാട് മോഹങ്ങൾ, ഒരുപാട് സ്വപ്നങ്ങൾ ആ യൗവനക്കാരനുണ്ടായിരുന്നു. മണിമാളിക പോലുള്ള വീട് വയ്ക്കണം, നല്ല അവൻ ജോലി സമ്പാദിക്കണം, നല്ല സുഹൃത്തുക്കളെ സമ്പാദിക്കണം. നിരവധി ചിന്തകളുമായിട്ട് ഈ യൗവനക്കാരൻ അപ്പനിൽ നിന്ന് തൻ്റെ ഓഹരി വാങ്ങിച്ചുകൊണ്ട് ദൂരെ യാത്ര തിരിക്കുകയാണ്. അപ്പനിൽ നിന്ന് അകന്ന് അകന്ന് അകന്നു പോകുകയാണ്. എന്നാൽ ചെന്ന ഇടം ആദ്യമൊക്കെ വളരെ നല്ലതായിരുന്നു. ഒരുപാട് നല്ല സുഹൃത്തുക്കൾ തനിക്കുണ്ടായിരുന്നു. ഏത് കാര്യത്തിനും ഇറങ്ങിത്തിരിക്കാൻ ചങ്ക് പറിച്ചു കൊടുക്കുന്ന സുഹൃത്തുക്കൾ തനിക്കുണ്ടായിരുന്നു. എന്നാൽ പയ്യെ പയ്യെ തനിക്കുള്ള സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ട് അവസാനം താൻ ഒരു വട്ടപൂജ്യമായപ്പോഴാണ് തനിക്ക് കാര്യം മനസ്സിലാക്കിയത്. അപ്പനിൽ നിന്ന് അകന്നു പോകും തോറും ആമേൻ ഹല്ലേലൂയ, നീ ദാരിദ്ര്യത്തിലേക്ക് പോകോ. എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? നിനക്ക് മുട്ടുവരാൻ തുടങ്ങും. ഹല്ലേലൂയ. എന്നാൽ അവിടെ ബൈബിൾ പറയുന്നു, അവന് സുബോധം വന്നപ്പോൾ അവൻ അപ്പനെ കുറിച്ച് ഓർത്തു, അപ്പന്റെ ഭവനത്തെ കുറിച്ച് ഓർത്തു, അവൻ അപ്പനിലേക്ക് മടങ്ങി ചെന്നു. ഇന്ന് പകൽ പറ, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് യാതൊരു കാര്യത്തിനോ മുട്ടുവരികയില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ മുട്ട് മാറണമെങ്കിൽ നീ കർത്താവിനെ അത്രമാത്രം അധികം സ്നേഹിക്കണം. യേശുവിലേക്കൊന്ന് മടങ്ങി വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ സ്തോത്രം ചെയ്താട്ടെ. ഉള്ളം തകർന്നിരിക്കുമ്പോൾ, മനസ്സ് വല്ലാതെ ഉടയുമ്പോൾ, ക്ഷീണിത അവസ്ഥയിലായിരിക്കുമ്പോൾ നമ്മെ താങ്ങുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം പറയാമോ? ആർക്കും നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കാൻ കഴിയത്തില്ലായിരിക്കാം, ആർക്കും നിങ്ങളുടെ വേദന മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരിക്കാം, വീട്ടിലുള്ളവർക്ക് പോലും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാരം മനസ്സിലാകത്തില്ലായിരിക്കാം. പക്ഷേ ഇന്ന് പകലിൽ നിങ്ങളുടെ ഉള്ളം അറിയുന്ന ഒരു ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. അങ്ങനെ അർത്ഥം വരുന്നൊരു പഴയ പാട്ട് നമ്മളൊന്ന് ചേർന്ന് പാടാൻ തുടങ്ങുകയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയത്തില്ല. ഉള്ളം തകരുമ്പോൾ ശരണമേശു താൻ,
ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയം യേശുതാൻ, കണ്ണുനീർ തൂകുമ്പോൾ അരികിൽ വന്നിടും, കണ്ണുനീർ വാർത്തവൻ എൻ കണ്ണുനീർ മാറ്റിടും. എത്ര മനോഹരമായ വരിയാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ ഈ പാട്ട് പാടുമ്പോൾ അതിൻ്റെ ആ വരികളെല്ലാം മനസ്സിലാക്കി വേണം പാടാൻ. സ്തോത്രം ചെയ്താട്ടെ. ആ പാട്ട് പാടിയാലും വിടുതല. സ്തോത്രം പറഞ്ഞാട്ടെ. അല്ല, അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട് കേട്ടോ. പാട്ട് പാടി സൗഖ്യങ്ങൾ, ക്യാൻസർ വരെ മാറിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ പാട്ട് പാടുമ്പോൾ അതിലെ വരി മനസ്സിലാക്കി നമ്മൾ പാടുക. അടുത്ത വരി ഇങ്ങനെ പറയുന്നു: ശത്രുക്കൾ മുൻപാകെ മേശ ഒരുക്കിയിടും, നിന്ദിച്ചോർ മുൻപാകെ മാനിച്ചു നിർത്തിയിടും, എന്നെ സോദരൻ മുൻപാകെ നിന്ദിതനായിടും, എബ്ബേസിൻ ദൈവം താൻ മാന്യനായി തീർത്തിടും. വളരെ മനോഹരമാകുന്ന ഗാനം നമുക്ക് ചേർന്ന് പാടി കർത്താവിന്റെ സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ. ആ കരോക്കെ ഒന്ന് ചേർത്തടിച്ചോണ്ട് ഹല്ലേലൂയ. ഉള്ളം തകരുമ്പോൾ ശരണമേശുതാൻ, ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയമേശുതാൻ. ഉള്ളം തകരുമ്പോൾ ശരണമേശുതാൻ, ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയമേശുതാൻ. കണ്ണുനീർ തൂകുമ്പോൾ അരികിൽ വന്നിടും, കണ്ണുനീർ തൂകുമ്പോൾ അരികിൽ വന്നിടും, കണ്ണുനീർ വാർത്തവൻ എൻ കണ്ണുനീർ മാറ്റിടും, കണ്ണുനീർ വാർത്തവൻ എൻ കണ്ണുനീർ മാറ്റിടും. ഉള്ളം തകരുമ്പോൾ, ഉള്ളം തകരുമ്പോൾ ശരണമേശുതാൻ, ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയമേശുതാൻ. ശത്രുക്കൾ മുൻപാകെ മേശ ഒരുക്കിയിടും, നിന്ദിച്ചോർ മുൻപാകെ മാനിച്ചു നിർത്തിയിടും. ശത്രുക്കൾ മുൻപാകെ മേശ ഒരുക്കിയിടും, നിന്ദിച്ചോർ മുൻപാകെ മാനിച്ചു നിർത്തിയിടും. സോദരൻ മുൻപാകെ നിന്ദിതനായിടും, യേശുവിൻ ദൈവം താൻ മാന്യനായി തീർത്തിടും. സോദരൻ മുൻപാകെ നിന്ദിതനായിടും, യേശുവിൻ ദൈവം താൻ മാന്യനായി തീർത്തിടും. ഉള്ളം തകരുമ്പോൾ ശരണമേശുതാൻ, ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയമേശുതാൻ. ഉള്ളം തകരുമ്പോൾ ശരണമേശുതാൻ, ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയമേശുതാൻ.
എന്നെ പകയ്ക്കുന്നോർ കണ്ടുലജിച്ചിടാൻ നന്മയ്ക്ക് എന്നിൽ താൻ അത്ഭുതം ചെയ്തിടും. എന്നെ പകയ്ക്കുന്നോർ കണ്ടുലജിച്ചിടാൻ നന്മയ്ക്ക് എന്നിൽ താൻ അത്ഭുതം ചെയ്തിടും. പൊട്ടക്കിണറിൽ ഞാൻ തള്ളപ്പെട്ടിടിലും യോസഫിൻ ദൈവം താൻ മാനിച്ചുയർത്തിടും. പൊട്ടക്കിണറിൽ ഞാൻ തള്ളപ്പെട്ടിടിലും യോസഫിൻ ദൈവം താൻ മാനിച്ചുയർത്തിടും. ഉള്ളം തകരുമ്പോൾ ശരണമേശു താൻ, ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയമേശു താൻ. ഉള്ളം തകരുമ്പോൾ ശരണമേശു താൻ, ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയമേശു താൻ. കണ്ണുനീർ തൂകുമ്പോൾ അരികിൽ വന്നിടും, കണ്ണുനീർ തൂകുമ്പോൾ അരികിൽ വന്നിടും. കണ്ണുനീർ വാർത്തവൻ എൻ കണ്ണുനീർ മാറ്റിടും, കണ്ണുനീർ വാർത്തവൻ എൻ കണ്ണുനീർ മാറ്റിടും. ഉള്ളം തകരുമ്പോൾ ശരണമേശു താൻ, ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയമേശു താൻ. ഉള്ളം തകരുമ്പോൾ ശരണമേശു താൻ, ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയമേശു താൻ. ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കിയിടും, നിന്ദിച്ചോർ മുൻപാകെ മാനിച്ചു നിർത്തിയിടും. ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കിയിടും, നിന്ദിച്ചോർ മുൻപാകെ മാനിച്ചു നിർത്തിയിടും. സോദരൻ മുൻപാകെ നിന്ദിതനായിടും, യഹോവ ദൈവം താൻ മാനിന തീർത്തിടും. സോദരൻ മുൻപാകെ നിന്ദിതനായിടും, യഹോവ ദൈവം താൻ മാനിന തീർത്തിടും. ഉള്ളം തകരുമ്പോൾ ശരണമേശു താൻ, ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയമേശു താൻ. ഉള്ളം തകരുമ്പോൾ ശരണമേശു താൻ, ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയമേശു താൻ. കണ്ണുനീർ തൂകുമ്പോൾ അരികിൽ വന്നിടും, കണ്ണുനീർ തൂകുമ്പോൾ അരികിൽ വാറ്റിടും. കണ്ണുനീർ വാർത്തവൻ എൻ കണ്ണുനീർ മാറ്റിടും. ഓ കണ്ണുനീർ വാർത്തവൻ എൻ കണ്ണുനീർ മാറ്റിടും. അമേനുള്ളം തകരുമ്പോൾ ശരണമേശു താൻ, ഉറ്റവർ വെറുക്കുമ്പോൾ ശരണമേശു താൻ. ഉള്ളം തകരുമ്പോൾ ശരണമേശു താൻ, ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയമേശു താൻ. ഉള്ളം തകരുമ്പോൾ ശരണമേശു താൻ, ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയമേശു താൻ. ഉള്ളം തകരുമ്പോൾ, ഉള്ളം തകരുമ്പോൾ ശരണമേശു താൻ, ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയമേശു താൻ. 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 ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയമേശു താൻ. ഉള്ളം തകരുമ്പോൾ ശരണമേശു താൻ, ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയമേശു താൻ. ഉള്ളം തകരുമ്പോൾ ശരണമേശു താൻ, ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയമേശു താൻ. ഉള്ളം തകരുമ്പോൾ ശരണമേശു താൻ, ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയമേശു താൻ. ശരണമേശു താൻ, ശരണമേശു താൻ, ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയമേശു താൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ശത്രുക്കൾ മുൻപാകെ
മേശയൊരുക്കിയിടും. നിന്ദിച്ചോർ മുൻപാകെ മാനിച്ചു നിർത്തിയിടും. ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കിയിടും. നിന്ദിച്ചോർ മുൻപാകെ മാനിച്ചു നിർത്തിയിടും. സോദരർ മുൻപാകെ നിന്ദിതനായിടിലും. യബ്ബസിൻ ദൈവം താൻ മാനിന തീർത്തിടും. സോദരൻ മുൻപാകെ നിന്ദിതനായിടിലും. യബ്ബസിൻ ദൈവം താൻ മാനിന തീർത്തിടും. ഉള്ളം തകരുമ്പോൾ ശരണമേശുതാൻ. ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയമേശുതാൻ. ഉള്ളം തകരുമ്പോൾ ശരണമേശുതാൻ. ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയമേശുതാൻ. കണ്ണുനീർ തൂകുമ്പോൾ അരുകിൽ വന്നിടും. കണ്ണുനീർ തൂകുമ്പോൾ അരികിൽ വന്നിടും. കണ്ണുനീർ വാർത്തവൻ എൻ കണ്ണുനീർ മാറ്റിടും. കണ്ണുനീർ വാർത്തവൻ എൻ കണ്ണുനീർ ചേർന്ന ഉള്ളം തകരുമ്പോൾ ശരണമേശുതാൻ. ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയമേശുതാൻ. ഉള്ളം തകരുമ്പോൾ ശരണമേശുതാൻ. ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയമേശുതാൻ. ഉള്ളം തകർന്ന് തരിപ്പിണമായിരിക്കുന്ന നിന്നോട് പരിശുദ്ധാത്മ പറയുകയാണ്, ഉള്ളം തകർന്നിരിക്കുമ്പോൾ, ആ ഉള്ളം തകർന്നുടഞ്ഞിരിക്കുമ്പോൾ, ആർക്കും നിന്റെ വിഷമം മനസ്സിലായില്ലെങ്കിലും യേശുവിന് നിന്റെ പ്രയാസം മനസ്സിലാകും. അവൻ നിന്റെ കൂടെയുണ്ട്, അവൻ നിന്നെ പരിപാലിക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഉടഞ്ഞുപോയ മൺപാത്രത്തെ ഒരു കുശവൻ തന്റെ കയ്യിലെടുത്ത് തനിക്ക് തോന്നുന്നത് പോലെ മെനയുന്നത് പോലെ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പാട്ടിലൂടെ ആരോടൊക്കെയോ പ്രവചിച്ചു പറയുന്നു, തകർന്നു ഉടഞ്ഞിരിക്കുന്ന നിന്റെ ഉള്ളത്തെ അറിയുന്നൊരു കർത്താവുണ്ട്. ആർക്ക് പണിയാൻ പറ്റും, ആർക്ക് അതിനെ റിപ്പയർ ചെയ്യാൻ പറ്റും? പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു, അവന്റെ ആലയത്തിൽ നീ സുരക്ഷിതമാണ്. ഒരു പൊന്ന് ഉരുക്കി പുറത്തു വരുന്നത് പോലെ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന് കഴിയോ? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യെശയ്യാ പ്രവാചകനോട്, യിരെമ്യാ പ്രവാചകനോട് ദൈവാത്മാവ് പറയുന്നു, നീ എഴുന്നേൽക്കണം, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്കൊന്ന് ചെല്ലണം. അവിടെ ചെല്ലുമ്പോൾ നിനക്കൊരു കാര്യം കാണുവാൻ സാധിക്കുമോ? കുശവന്റെ വീട്ടിലേക്ക് പ്രവാചകൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, കുശവന്റെ കയ്യിൽ ഒരു കളിമണ്ണ്. ആ കളിമണ്ണിനെ തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു നല്ല പാത്രമാക്കി ആ കുശവൻ അതിനെ തീർക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇന്ന് പകലിൽ ദൈവാത്മാവ് ചിലരെ ഇതിനകത്ത് പണിയുന്നുണ്ട്. ഒരു നല്ല പാത്രമാക്കി ദൈവം നിന്നെ പുറത്തെടുക്കാൻ പോകുന്നു. അനേകർക്ക് പ്രയോജനമുള്ള, അനേകർക്ക് സുഗ്രാഹ്യമുള്ള ഒരു നല്ല പാത്രമാക്കി ദൈവം നിന്നെ പുറത്തെടുക്കുന്ന നാളുകളായിരിക്കും. കരമടിച്ചതിനെ റിസീവ് ചെയ്യാൻ കഴിവുള്ളവർ, come on. ഓ ജീസസ്, ഹല്ലേലൂയ. ചിലര് മനഃപൂർവ്വമായി ചോദിക്കുന്നു, എന്നെ ആര് പുറത്തു കൊണ്ടുവരും, എന്നെ ആർക്കൊന്ന് പണിയാൻ കഴിയും? ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുക, നിന്നെ അവൻ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വിശുദ്ധ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഒരിക്കൽ ദൈവത്തിന്റെ മുൻപാകെ ഭൂമിയിലെ പറവജാതികളെല്ലാം ചെന്ന് പരാതി ബോധിപ്പിക്കുകയാണ്.
ഓരോ പക്ഷികൾ തങ്ങളുടെ പരാതികൾ ദൈവത്തോട് പറയുന്ന വേളയിൽ നമ്മുടെ എല്ലാം മുറ്റത്ത് വന്നിരിക്കുന്ന കാക്കയുണ്ടല്ലോ, കാക്ക ദൈവത്തോടൊരു പരാതി, ദൈവമേ എനിക്കൊറ്റ പരാതിയുള്ളൂ, എന്നേക്കാൾ ഉയരത്തിൽ ഉയരത്തിൽ കഴുകൻ പറക്കുന്നു. ഇതാ കാക്കയുടെ പരാതി. കാക്ക പറയുകയാണ്, എൻ്റെ പരാതി എന്നേക്കാൾ ഉയരത്തിൽ ഉയരത്തിൽ കഴുകൻ പറക്കുകയാണ്, അവനോട് പറ താന്ന് പറക്കാൻ. ദൈവം കഴുകനോട് ചോദിച്ചു, എന്താ കഴുക ഇതിൻ്റെ മറുപടി ഞാൻ കൊടുക്കേണ്ടത്? കഴുകൻ പറയുകയാണ്, ദൈവമേ എൻ്റെ കുഴപ്പമല്ല, അവനും ചിറകുണ്ട് എനിക്കും ചിറകുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അവനും ഉയരത്തിൽ പറക്കാൻ പറ്റും, എന്നെ പോലെ തന്നെ പറക്കാൻ പറ്റും. പക്ഷെ എന്താ സംഭവം അറിയുമോ? അവൻ വേസ്റ്റ് അന്വേഷിച്ച് നടക്കുക. ഹലോ, ശ്രദ്ധിക്കുന്നുണ്ടോ? എല്ലാ വീടിൻ്റെയും മുറ്റത്തേക്ക് നോക്കി നോക്കി ഇവൻ പറക്കുന്നത്. അപ്പോൾ എൻ്റെ കുഴപ്പമല്ല, പക്ഷേ ഞാൻ നോക്കുന്നത് വേസ്റ്റ് അല്ല, ഞാൻ ഫ്രഷാണ് നോക്കുന്നത്. ആരും തൊടാത്തത്, ആരും ഭക്ഷിക്കാത്തതാണ് ഞാൻ അന്വേഷിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കാഴ്ചപ്പാട് എപ്പോഴും ഉന്നതങ്ങളിലായിരിക്കും. നിന്റെ കാഴ്ചപ്പാടൊന്ന് മാറ്റിയാൽ തമ്പുരാൻ നിന്റെ ലെവലൊന്ന് മാറ്റും. ഹോ, കരമടിച്ച് അതിനെ ഒന്ന് പോരാ പോരാ പോരാ. സഭയുടെ കാഴ്ചപ്പാട് മാറട്ടെ, വിശ്വാസികളുടെ കാഴ്ചപ്പാട് മാറട്ടെ. നീ താഴത്തേക്ക് നോക്കിയല്ല പറക്കേണ്ടത്, ഉയരത്തിലേക്ക് നോക്കി വലിയ പ്രതീക്ഷിക്ക. ഓ, ഉയരത്തിലെ പ്രതീക്ഷിക്ക. മറ്റുള്ളവർ ഉപയോഗിച്ചതല്ല നീ ഉപയോഗിക്കേണ്ടത്, ഫ്രഷ് ആയിട്ടുള്ളത്, പുതിയൊരു അഭിഷേകത്തിലേക്ക് ചർച്ച കയറട്ടെ. ആത്മാവിൽ അതിനെ സ്വീകരിച്ചത് എഴുന്നേൽക്കാൻ തയ്യാറുള്ളവർ ആത്മാവിൽ എഴുന്നേറ്റ് സടകുടഞ്ഞ് എഴുന്നേൽക്ക്. ഓ ഹല്ലേലൂയ. ഓ, കഴുകനെ പോലെ ചിറകടിച്ചുയരുന്ന ഒരു അന്ത്യകാല അഭിഷേകത്തിലേക്ക്. ഓ ജീസസ്, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അവർ ശക്തിയെ പുതുക്കും, കഴുകനെ പോലെ ചിറകടിച്ചുയരും. ഹല്ലേലൂയ. നീ അവരെയും ഇവരെയും നോക്കി പറക്കാനല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പലതിന്റെയും അവൻ വേസ്റ്റ് കഴിക്കാനുള്ള ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പുതിയത് ദൈവം നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് ദൈവാത്മാവ് നിന്നെ വിളിക്കുകയാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു പുതിയ അഭിഷേകത്തിലേക്ക് ഈ പകലിൽ എനിക്കൊന്ന് കയറണം? ഓ ജീസസ്. പുതിയ അഭിഷേകത്തിലേക്ക് നീ കയറി കഴിഞ്ഞാൽ നിന്റെ പ്രത്യേകത, നിന്നെ ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയത്തില്ല, നിന്റെ ഉയരങ്ങളിൽ ആർക്കും കവർ ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ആ അഭിഷേകത്തിന് വേണ്ടി വാഞ്ചിക്കുന്ന പ്രിയപ്പെട്ടവർ അല്പസമയങ്ങൾ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തോട്ടെ. ഈ ഞായറാഴ്ച സമയം ചിലർ പുതിയ അഭിഷേകത്തിലേക്ക് കയറണം, പുതിയ അന്യഭാഷയിലേക്ക് കയറണം, പുതിയ കൃപാവരങ്ങളിലേക്ക് കയറണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അല്പസമയങ്ങൾ കരമടികൾ ചേർത്തടിച്ച് ആത്മാവിൽ നിന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജീസസ്, ഹല്ലേലൂയ. കരമടിച്ചാട്ടെ എല്ലാ കുഞ്ഞുങ്ങളും. ഓ ശക്തിയോടെ എല്ലാ യൗവനക്കാരും എല്ലാ മാതാപിതാക്കളും അഭിഷേകത്തോടെ കരമടിച്ച് അന്യഭാഷ പറഞ്ഞ അല്പസമയങ്ങൾ കർത്താവിനെ ആരാധിച്ചാട്ടെ. ഇതിനകത്ത് ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇറങ്ങുന്നുണ്ട്. അത്യന്ത ശക്തിയുടെ വലിയ മഹത്വം ഈ പകലിൽ ഇറങ്ങുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമം നിന്നെ ആർക്കും ഒതുക്കി വെക്കാൻ കഴിയാത്ത നിലവാരത്തിൽ അഭിഷേകത്തിന്റെ പുതിയൊരു പുതപ്പ് ഈ പകലിൽ വീഴുകയാണ്. ഓ ജീസസ്, ഹല്ലേലൂയ. ഓ റബബബബ ശംഭരേ, ഹല്ലേലൂയ. Come on, hallelujah, Jesus. ആരിലും ആരാധ്യൻ നീ, രാജാധിരാജാവും നീ. ആരിലും ആരാധ്യൻ നീ, രാജാധിരാജാവും നീ. അമ്മേ, പാടി സ്തുതിച്ചിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. പാടി സ്തുതിച്ചിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. സ്തുതി രാജാവിനെ.
ഹല്ലേലൂയ 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 സ്തുതി രാജാവിനെ. എൻ ബലവും എൻ കോട്ടയും നീ മാത്രം യേശുനാഥ. എൻ ബലവും എൻ കോട്ടയും നീ മാത്രം യേശുനാഥ. ആശ്രയമായി നീയല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ. ആശ്രയമായി നീയല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ. ഹല്ലേലൂയ 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 സ്തുതി രാജാവിനെ. ഓ ഹല്ലേലൂയ 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 സ്തുതി രാജാവിനെ. പാവനനാം പരിശുദ്ധനെ ആരാധിച്ചിടുന്നു ഞാൻ. പാവനനാം പരിശുദ്ധനെ ആരാധിച്ചിടുന്നു ഞാൻ. മറുവിടവും എന്നുപരിധിയും നീ മാത്രം യേശുവേ. മറുവിടവും എന്റെ ഉപനിധിയും നീ മാത്രം യേശുവേ. ഹല്ലേലൂയ 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 സ്തുതി രാജാവിനെ. ഓ ഹല്ലേലൂയ 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 സ്തുതി രാജാവിനെ. ആരിലും ആരാധ്യൻ നീ, രാജാധിരാജാവും നീ. ആരിലും ആരാധ്യൻ നീ, രാജാധിരാജാവും നീ. പാടി സ്തുതിച്ചിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. പാടി സ്തുതിച്ചിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. ഹല്ലേലൂയ 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 സ്തുതി രാജാവിനെ. ഹല്ലേലൂയ ഓ ഹല്ലേലൂയ 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 സ്തുതി രാജാവിനെ. എൻ ബലവും എൻ കോട്ടയും നീ മാത്രം യേശുനാഥ. എൻ ബലവും എൻ കോട്ടയും നീ മാത്രം യേശുനാഥ. ആശ്രയമായി നീയല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ. ആശ്രയമായി നീയല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ. സന്തോഷത്തോടെ ഹല്ലേലൂയ 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 സ്തുതി രാജാവിനെ. ഹല്ലേലൂയ 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 സ്തുതി രാജാവിനെ. പാവനനാം പരിശുദ്ധനെ ആരാധിച്ചിടുന്നു ഞാൻ. പാവനനാം പരിശുദ്ധനെ ആരാധിച്ചിടുന്നു ഞാൻ. മറവിടവും ഉപനിധിയും നീ മാത്രം യേശുവേ. മറവിടവും എന്റെ ഉപനിധിയും നീ മാത്രം യേശുവേ. ഹല്ലേലൂയ ഓ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തുതി രാജാവിനെ. ഹല്ലേലൂയ 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 സ്തുതി രാജാവിനെ. ആരിലും ആരാധ്യൻ നീ, രാജാധിരാജാവും നീ.
ആരിലും ആരാധ്യൻ നീ, രാജാതി രാജാവും നീ. പാടി സ്തുതിച്ചിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. പാടി സ്തുതിച്ചിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. സ്തുതി രാജാവിന്. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. സ്തുതി രാജാവിന്. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. സ്തുതി രാജാവിന്. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. രാജാവിന് രാജാവിന്. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ഓ ഹല്ലേലൂയാ. സ്തുതി രാജാവിന്. സ്തുതി രാജാവിന്. ഓ ഹല്ലേലൂയാ ഓ ഹല്ലേലൂയാ ഓ ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. സ്തുതി രാജാവിന്. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. അവൻ ആൽഫാ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ ആൽഫാ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവം ഇല്ല. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. വിശ്വാസത്തോടെ ചേർന്ന് എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. സ്വർഗ്ഗം തുറന്നിറങ്ങി വരുന്നു. ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ ആൽഫാ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. ഓ രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും അവൻ മാത്രമേ. ഓ രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും അവൻ മാത്രമേ. കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ. കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ. അവൻ ആൽഫാ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ ആൽഫാ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. ശക്തമായി കരമടിച്ച് ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ ആൽഫാ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. മാറായ മാധുര്യമാക്കാൻ കഴിവുള്ള ആരെയെ പിളർന്നു ദാഹം പോകും. ഓ മാറായ മാധുര്യമാക്കാൻ കഴിവുള്ള പാറയെ പിളർന്നു ദാഹം പോകും. ഇന്ന് മകൾ ദാഹം തീരട്ടെ. ദൈവപ്രവൃത്തിയുടെ മഹത്വം വെളിപ്പെടട്ടെ. ചിന്താകുലങ്ങളില്ലാതെ ചന്ദ്രമയെന്നും നടത്തും. അവൻ ആൽഫാ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ.
അവനാദ്യേ അന്ത്യേ യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരുടെ നാൾ വരൂ എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരുടെ നാൾ വരൂ അവൻ ആൽഫ ഒമേഗ അവൻ അവൻ ആൽഫ ഒമേഗ അവൻ ആദ്യേ അന്ത്യേ കാരാഗ്രഹത്തിലും ആത്മാവിൽ എന്നെ നിറയ്ക്കുന്നവൻ കാരാഗ്രഹത്തിലും ആത്മാവിൽ എന്നെ നിറയ്ക്കുന്നവൻ ബലഹീനനായി തീർന്നാലും പുതുബലം എന്നിൽ പകരുമോ ബലഹീനനായി തീർന്നാലും പുതുബലം എന്നിൽ പകരൂ അവൻ ആൽഫ ഒമേഗ അവൻ ആദ്യേ അന്ത്യേ അവൻ ആൽഫ ഒമേഗ അവൻ ആദ്യേ അന്ത്യേ യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരുടെ നാൾ വരൂ 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 അവൻ ആൽഫ ഒമേഗ അവൻ ആദ്യേ അന്ത്യേ അവൻ ആൽഫ ഒമേഗ അവൻ ആദ്യേ അന്ത്യേ അവൻ ആദ്യേ അന്ത്യേ ആൽഫ അന്ത്യേ അവൻ ആൽഫ ഒമേഗ അവൻ ആൽഫ ഒമേഗ അന്ത്യേ അവൻ ആൽഫ ഒമേഗ അന്ത്യേ അവൻ ആൽഫ ഒമേഗ അന്ത്യേ അന്ത്യേ അവൻ ആൽഫ ഒമേഗ അന്ത്യേ അന്ത്യേ അവൻ ഇന്ന് പകൽ ഈ ആലയത്തിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ കരം ചിലരുടെ അരികിലേക്ക് വരികയാണ്. The real hand of my Jesus. From the heartful love, ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ ഈ പകലിൽ കർത്താവിന്റെ കരം ഇതിനകത്ത് ചലിക്കുന്നു. ചില മേഖലകളിൽ അസാധാരണമായ ദൈവിക മഹത്വം ഇറങ്ങുന്നു.
Ribaradana rikamara baba. Shandal kamara dana rikamara baba. Udara bara 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 baba baba. Rikamara bara baba. Shandara baba baba. Jesus, hallelujah, Rabba. Thank you, Holy Spirit. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഇതിനകത്തുണ്ട്. പരിശുദ്ധാത്മാവിന്റെ വലിയ നിയോഗം ഇതിനകത്തുണ്ട്. കർത്താവ് ഈ ദിവസങ്ങൾ ചിലരുടെ ലൈഫിനെ ശുശ്രൂഷ മേഖലകളിലാക്കി മാറ്റാൻ പോകുകയാണ്. ആ വാക്ക് എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുന്നത് എനിക്ക് അറിയത്തില്ല, പക്ഷെ എന്നോട് അങ്ങനെ തന്നെ പറയാൻ കർത്താവ് പറയാ, ചിലരുടെ ലൈഫിനെ ശുശ്രൂഷ മേഖലകളാക്കി ദൈവം മാറ്റാൻ പോകുകയാ എന്ന് പറഞ്ഞാൽ ലൈഫിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം, പ്രയോറിറ്റി എന്ന് പറയുന്നത് ഗാഡ്സ് മിനിസ്ട്രി ആകാൻ പോകുകയാണ്. ഇന്ന് പകൽ അങ്ങനെ അത് വിശ്വസിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ കർത്താവെ ആ നിലയിൽ എന്നെ അവിടുന്ന് കണ്ടുപയോഗിക്കാൻ പോകുന്നതിനായി സ്തോത്രമെന്നൊന്ന് പറയാമോ? The first priority എന്ന് പറയുന്നത് ദൈവരാജ്യമായി മാറാൻ പോകുകയാണ്. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. அன்பு கூறுவே இன்னும் அதிகமா ஆராதிப்பே இன்னும் அதிகமா அன்பு கூறுவே இன்னும் அதிகமா ஆராதிப்பே இன்னும் அதிகமா உம்மை முழு உள்ளத்தோடு ஆராதிப்பே முழு பலத்தோடு அன்பு கூறுவே ஆராதனை 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 ஓ ஆராதனை 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 உம்மை முழு உள்ளத்தோடு ஆராதிப்பே முழு பலத்தோடு அன்பு கூறுவே ஆராதனை ஆராதனை ആരാധന ആരാധന ഹൃദയത്തിനകത്തു നിന്ന് ആരാധന ആരാധന ഹൃദയം നിറഞ്ഞു കവിഞ്ഞു വരുന്ന ഒരാരാധന ആരാധന ആരാധന എബിനേസരേ എബിനേസരേ ഇതുവരെയിൽ ഉദവി നീരേ എബിനേസരേ എബിനേസരേ ഇതുവരെയിൽ ഉദവി നീരേ ഉമ്മെ മുഴുവുള്ളത്തോട് ആരാധിപ്പേ മുഴുബലത്തോട് അൻപു കൂറുവേ ആരാധന ആരാധന ആരാധന
സുഖം തന്തീരേ നന്ദി അയ്യാ. യഹോവ റഫ, യഹോവ റഫ, സുഖം തന്തീരേ നന്ദി അയ്യാ. സുഖം തന്തീരേ നന്ദി അയ്യാ. ഉമ്മ മുഴുവുള്ളത്തോടെ ആരാധിപ്പേ, മുഴുബലത്തോടെ അன்பு കൂറുവേ. ആരാധന 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 ആരാധന. ഓ ആരാധന ആരാധന. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ, ആരാധന ആരാധന ആരാധന. ഓ ആരാധന 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 ആരാധന. ആരാധന 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 ആരാധന. അന്വേഷിച്ചിട്ടുള്ള എൻ്റെ ജനത്തിനായി ഷാരോൻ ആടുകൾക്ക് മേച്ചിൽപ്പുറവും ആഖോർ താഴ്വര കന്നുകാലികൾക്ക് കിടപ്പിടവുമായിരിക്കും. കണ്ടോണേ, എന്നെ അന്വേഷിക്കുന്ന എൻ്റെ തലമുറ. ഇനി അടുത്തത് ഇവിടെ തുടങ്ങുകയാണ്. അടുത്ത വാക്യം വായിച്ചു. എന്നാൽ യഹോവയെ ഉപേക്ഷിക്കുകയും എന്റെ വിശുദ്ധ പർവ്വതത്തെ മറയ്ക്കുകയും. രണ്ട് തലത്തിലുള്ള തലമുറകളെ എടുത്തു കാണിക്കുകയാണ്. ഞാനിത് പറയുന്നത് സ്പിരിച്വൽ തലമുറകളാണ്, ആത്മീയ തലമുറകളെ എടുത്തു കാണിക്കുകയാണ്. ഒന്ന്, ദൈവത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന തലമുറ. രണ്ടാമത് പറയുന്നു, ദൈവത്തെ ഉപേക്ഷിക്കുന്ന തലമുറ. എന്നാൽ യഹോവയെ ഉപേക്ഷിക്കുകയും അവൻ്റെ വിശുദ്ധ പർവ്വതത്തെ മറക്കുകയും. കണ്ടോ? അപ്പോൾ ഒരു കാര്യം നമ്മൾ ഉപേക്ഷിക്കണമെങ്കിൽ ഏതായിരിക്കും നമ്മൾ ഉപേക്ഷിക്കുന്നത്? എപ്പോഴായിരിക്കും നമ്മൾ ചിലത് ഉപേക്ഷിക്കുന്നത്? വേണ്ടാന്ന് തോന്നുമ്പം, മടുക്കുമ്പം, ഇഷ്ടമല്ലാത്തപ്പം നമ്മൾ അതിനെ എന്ത് ചെയ്യും? ഉപേക്ഷിക്കും. ദൈവത്തെ അറിയാത്തതെന്നല്ല പറയുന്നത്, ദൈവത്തെ അറിഞ്ഞു, പക്ഷെ ദൈവത്തെ എന്ത് ചെയ്യുക? ഉപേക്ഷിക്കുക. എല്ലാവരും ശ്രദ്ധിക്കണേ. ആമേൻ. അടുത്ത, ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തെ മറക്കുക. സ്തോത്രം. ചിലത് മനഃപൂർവമായി മറക്കുക. ആരെ മറക്കുക? ദൈവത്തെ മറക്കുക. സ്തോത്രം. ഇനി നിങ്ങൾ അടുത്ത ഈ അല്പസമയം വളരെ ഗൗരവത്തോടെ എന്നെ ശ്രദ്ധിക്കുക. ഒരു സൈഡിൽ ദൈവത്തെ അന്വേഷിക്കുന്ന 10-ാം വാക്യം ഒന്നുകൂടെ വായിക്കാമോ? എന്നെ അന്വേഷിച്ചിട്ടുള്ള എന്റെ ജനത്തിനായി. എന്റെ ജനം, എന്നെ അന്വേഷിച്ചിട്ടുള്ള എന്റെ ജനം. എപ്പോഴും എല്ലാറ്റിനും ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവത്തിന്റെ ജനം ഒരു സൈഡിൽ. 11-ാമത്തെ വാക്യം, ആമേൻ, ദൈവത്തെ ഉപേക്ഷിക്കുന്ന ആമേൻ ജനം. ദൈവത്തിന്റെ ജനം എന്ന് തന്നെ വേണേൽ പറയാം. ദൈവത്തെ ഉപേക്ഷിക്കുന്ന ദൈവത്തിന്റെ ജനം. ദൈവത്തിന്റെ ജനം ദൈവത്തെ ഉപേക്ഷിക്കുമോ? തീർച്ചയായിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അപ്പം ആമേൻ, ആ രണ്ട് തലങ്ങൾ വേഗത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കാൻ പോകുകയാണ്. ഇനിയും കുറച്ച് വാക്യങ്ങൾ ജസ്റ്റ് സ്ക്രീനിൽ നിങ്ങൾ നോക്കിയിരിക്കുക. ആമേൻ. ജീന അത് അവിടെ ഉറക്കെ വായിക്കും. അത് വായിക്കുമ്പോൾ നിങ്ങളത് ശാന്തമായി ഇവിടെ നോക്കി നിങ്ങളത് മനസ്സിലാക്കുക. കാരണം സമയത്ത് നമുക്ക് വിശദീകരിക്കാനൊക്കെ ഇല്ലാത്തത് കൊണ്ടാണ്. വായിച്ചോ താഴോട്ട്. എന്നാൽ യഹോവയെ ഉപേക്ഷിക്കുകയും എന്റെ വിശുദ്ധ പർവ്വതത്തെ മറയ്ക്കുകയും ഗദ്ദേവന് ഒരു മേശയൊരുക്കി മെനി ദേവിക്ക് വീഞ്ഞു കലർത്തി നിറച്ചു വെക്കുകയും ചെയ്യുന്നവരെ ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ ഉത്തരം പറയാതെയും. ഇനി ശ്രദ്ധിക്കണേ, ഈ മറക്കുന്ന ജനത്തിന് അവരെ നോക്കിയാണ് ആദ്യം പറയുന്നത്. ദൈവം വിളിക്കുന്നു, പക്ഷെ ദൈവം വിളിക്കുന്നത് അവരെന്ത് ചെയ്യത്തില്ല? ഉത്തരം പറയത്തില്ല. നമുക്ക് ഇപ്പം വീട്ടിലില്ലേ, ഇപ്പം എനിക്ക് GCHലാണ് ചില അണ്ണന്മാരുണ്ട്. ആമേൻ. നമ്മൾ എത്ര വിളിച്ചാലും അവരനങ്ങത്തേ ഇല്ല. ആമേൻ. നമ്മൾ ഓർക്കും അവർ ഈ അടുത്തെങ്ങും ഇല്ല എന്ന് നമ്മൾ ചിന്തിക്കും. പ്രൈസലോ. അപ്പം ചോദിക്കും, ഇവിടെ അടുത്തില്ലേ, കേൾക്കുന്നില്ലേ എന്ന് പറഞ്ഞ് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പം എന്താ എന്ന് ചോദിച്ച് പുറകെ വന്ന് നിൽക്കും എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ നോർമലി നമ്മൾ വിളിക്കുമ്പം എന്തോ
അല്ലെ എന്താ എന്നെ വിളിച്ചേ, ഒരു മറുപടി. ഹലോ, നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാണ് ദൈവസന്നിധിയിൽ വരുന്ന ആദ്യത്തെ അനുഭവം. ആരെന്നറിയാമോ? ദൈവത്തെ മറക്കുന്നവർ, ദൈവമില്ലാതെ പോകുന്നവർ, ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്നവർ. കർത്താവ് അവരെ വിളിക്കുകയാ. സ്തോത്രം. പക്ഷെ ആ വിളിക്ക് അവരെന്ത് ചെയ്യുന്നില്ല? മറുപടി പറയുന്നില്ല. ഞാൻ നിന്നെ എൻ്റെ വേലയ്ക്കായി വിളിച്ചിരിക്കുക, പക്ഷെ അവർ മറുപടി പറയുന്നില്ല. എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്, അവർ മറുപടി പറയുന്നില്ല. ഞാൻ നിന്നെ ഉപയോഗിക്കാം, അവർ മറുപടി പറയുന്നില്ല. ഒത്തിരി കാര്യങ്ങൾ കർത്താവിന് പറയാനുണ്ട്, പക്ഷേ ഇവർ തിരിച്ചങ്ങോട്ട് എന്ത് ചെയ്യുന്നില്ല? മറുപടി പറയുന്നില്ല. നിങ്ങൾ എന്നെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കുക. ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ ഉത്തരം പറയാതെയും, അടുത്ത പറയാ, ഞാൻ അരുളി ചെയ്തപ്പം കേൾക്കാതെയും എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു. കർത്താവ് പറയുന്നതൊന്നും, കർത്താവ് അരുളി ചെയ്യുക, ആമേൻ, അതൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? കേൾക്കുന്നേ ഇല്ല. സ്തോത്രം, ആമേൻ. പിന്നെ നമ്മളൊരു ഗുണമുണ്ട്, നമ്മൾ പറയും കഴിഞ്ഞ വർഷം 31 ഇതേ ദൈവശബ്ദം തന്നെ വേറൊരു പ്രവാചകനിലൂടെ കേട്ടതാ. രാമൻ പറഞ്ഞില്ലല്ലോ. അയ്യോ പാസ്റ്റർ, ഇത് തന്നെ ഇപ്പൊ 4ാമത്തെ ആളാ പറയുന്നത്. എൻ്റെ പൊന്നു കുഞ്ഞ്, നീ കേൾക്കാത്ത തലമുറയായതുകൊണ്ടാ. മനസ്സിലായില്ല? ഇല്ല, ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കേൾക്കാതെ വരുന്നത് കൊണ്ട് സാം പാസ്റ്റർ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, ആമേൻ, ഹല്ലേലൂയ. ഐച്ചാനെ കൊണ്ട് പറയിപ്പിച്ച് കേൾക്കുന്നില്ല, നെവിനെ കൊണ്ട് പ്രവചിപ്പിച്ച് കേൾക്കുന്നില്ല, ഇനി ശനിയാഴ്ച വരുന്ന മിനി ആൻറ്റിയെ കൊണ്ട് പ്രവചിപ്പിച്ചു. എന്നിട്ട് നമ്മൾ എത്ര വർഷം ഇത് കേൾക്ക്, നമുക്ക് പിന്നെ കർത്താവ് ഇത് പറയുമ്പോൾ ഒരു ക്രെഡിറ്റ് ആയിട്ട് തോന്നുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. അയ്യോ, ഇതിപ്പോൾ കറക്റ്റാ കേട്ടോ, ഇത് 4ാമത്തെ. എൻ്റെ പൊന്നു കുഞ്ഞെ, 1ാമത്തെ ആള് പറഞ്ഞപ്പോഴേ അടിയനെ ഉപയോഗിക്കണമേ എന്നങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ, കർത്താവെ ഞാൻ ഇതാന്നങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ തലം മാറിയേനെ. ചേർന്നൊരാമേൻ പറയാൻ പറ്റുമോ? സ്തോത്രം. ഓക്കെ, പെട്ടെന്ന് പോകാം. അരുളിച്ചത് കേൾക്കാതെയും, അടുത്ത പറയാ, എനിക്ക് അനിഷ്ടമായുള്ളത് പ്രവർത്തിക്കുക. അപ്പൊ നോക്കണേ, ഈ അടുത്തൊരു സംഭവം, ഇത് ഭയങ്കര വേദനിക്കുന്നൊരു കാര്യമാണ്. അമ്മേ, മക്കൾ മാതാപിതാക്കളെ അറിഞ്ഞ് ജീവിക്കുന്നില്ലെങ്കിൽ, ആമേൻ, മാതാപിതാക്കളുടെ ഹൃദയത്തിനകത്ത് എന്തുണ്ടാവും? വിഷമുണ്ടാകത്തില്ലേ? ദൈവസഭ ശുശ്രൂഷകനെ അറിഞ്ഞ്, ആ മെസ്സേജുകളെ, ദൈവശബ്ദത്തെ അറിഞ്ഞ് ജീവിക്കുന്നില്ലെങ്കിൽ ഇടിവിൽ നിൽക്കുന്നവർക്ക് പെയിൻ ഉണ്ടാകത്തില്ലേ? ദൈവം പറയുന്നതിനെ കേൾക്കാതെ നമ്മൾ ജീവിച്ചാൽ, കഥ പറഞ്ഞു നോക്കി, ഞാൻ വിളിക്കുന്നു നിങ്ങൾ ഉത്തരം പറയുന്നില്ല, ഞാൻ അരുളി ചെയ്യുന്നു നിങ്ങൾ കേൾക്കുന്നില്ല, ആമേൻ. എന്നിട്ട് പറയാ, അത് കേൾക്കാതിരിക്കുക മാത്രമല്ല, എനിക്ക് ഇഷ്ടമല്ലാത്തത് നിങ്ങൾ പ്രവർത്തിക്കുക. സ്തോത്രം. പോട്ടെ, അടുത്ത, എനിക്ക് പ്രസാദമല്ലാത്തത് നിങ്ങൾ എന്ത് ചെയ്യുക? തിരഞ്ഞെടുക്കുക. അടുത്ത പറയാ, അങ്ങനെ വരുമ്പോൾ ഞാൻ നിങ്ങളെ വാളിന് നിയമിച്ചു കൊടുക്കും, നിങ്ങൾ എല്ലാവരും കൊലയ്ക്ക് കുനിയേണ്ടി വരും. അയ്യോ, ദൈവശബ്ദത്തിന് ഇത്രത്തോളം ഗൗരവമുണ്ടെന്ന്, ദൈവം പറയുന്ന വാക്കുകൾക്ക് ഇത്രത്തോളം, ഹല്ലേലൂയ. എനിക്കിത് ഭയങ്കര വിഷമം തോന്നിയൊരു മേഖലയാണ്. തിരുവചനത്തിനകത്ത് കർത്താവ് ഒത്തിരിയും പറയുന്ന ഒരു സംഭവം, അനുസരണക്കേടിന്റെ തലമുറ. ഹല്ലേലൂയ. കർത്താവിന് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത, ഒരിക്കലും യോജിക്കാൻ പറ്റാത്തൊരു മേഖലയാണ് അനുസരണക്കേടിന്റെ തലമുറ. അതിനാണ് തിരിച്ചു വചനം ഒരു വാക്ക് പറയുന്നത്, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും. കുഞ്ഞു, നിനക്ക് പ്രവചനപരമില്ലെങ്കിലും, നിനക്ക് ലോകത്തിന്റെ മുഴുവൻ രാജ്യങ്ങളിലും യാത്ര ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും, ആമേൻ, ഹല്ലേലൂയ, നിനക്ക് ആരോടും സുവിശേഷം പറയാൻ പറ്റുന്നില്ലെങ്കിലും ഒന്നും അതിനകത്ത് നീ ഭാരപ്പെടേണ്ട. ഒറ്റ കാര്യം, ആർ യു റെഡി ടു ഒബേ ഗോഡ്? നീ ദൈവത്തെ അനുസരിക്കാൻ റെഡിയാണോ? ബാക്കി ദൈവം നടത്താൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. വചനത്തിൽ ഞാൻ കണ്ടു, കഴിവില്ലാത്തവരെയാണ് ദൈവം അനുസരണത്താൽ അസാധ്യമായ കഴിവുള്ളവരാക്കി മാറ്റിയേ. ഹല്ലേലൂയ. കർത്താവേ, എനിക്കൊന്നിനും കഴിവില്ല, പക്ഷേ എൻ്റെ സഹോദരനാണ് നല്ല കഴിവ്, അവനെ എടുക്കെന്ന് പറഞ്ഞപ്പോൾ അവനെ മാറ്റി നിർത്തിയിട്ട് ലക്ഷങ്ങളെ നയിക്കാൻ ദൈവം കഴിവില്ലെന്ന് പറഞ്ഞവനെ എടുത്തത്. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? സംസാരിക്കാൻ നാവിന് വിക്കാന്ന് പറഞ്ഞവരെയാ ദൈവം അസാധാരണമായിട്ട് ഉപയോഗിച്ചത്. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അപ്പൊ ദൈവത്തിന് കഴിവല്ല ആവശ്യം, ദൈവത്തിന് ആവശ്യം ദൈവം പറയുന്നതിനെ അതുപോലെ കേൾക്കുന്ന ഒരു തലമുറ.
ഇല്ല എങ്കിൽ എന്തു സംഭവിക്കുന്നറിയാമോ? ആമേൻ, ഹല്ലേലൂയ. പേര് ദൈവമക്കളെന്നായിരിക്കും, പക്ഷെ കർത്താവ് പറയാ, ഞാൻ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ല. ഞാൻ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ല. ഇനി അടുത്തതിലേക്ക് പെട്ടെന്നൊന്ന് പോകാൻ നമുക്ക്. താഴോട്ട് വായിച്ചോ. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. വായിച്ചോ. ഇതാ എന്റെ ദാസന്മാർ ഭക്ഷിക്കും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട, ഞാൻ ആ വചനത്തിനകത്തൂടെ പോയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതാ. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും പറയും, ആമേൻ, ഹല്ലേലൂയ, താരതമ്യം ചെയ്യരുത്. ആമേൻ, ഉയർന്നവരുടെ മുമ്പിൽ, ആമേൻ, അല്ലെന്ന് പറഞ്ഞാൽ താഴ്ന്നു കിടക്കുന്നവരുടെ മുമ്പിൽ ഉയർന്ന ഒരാളെ പ്രസന്റ് ചെയ്യല്, ഇതൊക്കെ നമ്മൾ പറയും. പക്ഷെ ഇവിടെ എനിക്ക് വ്യത്യസ്തമായിട്ടാണ് തോന്നിയത്. കർത്താവ്, നിങ്ങൾ ആ വചനം ഒന്ന് വായിച്ചു കേൾക്കണേ. അതുകൊണ്ട് യഹോവ പറയാണ്, ഇതാ എന്റെ ദാസന്മാർ ഭക്ഷിക്കും, നിങ്ങളോ വിശന്നിരിക്കും. കർത്താവ് എന്നെ പറയുന്നത്, എന്റെ വചനം കേൾക്കുന്നവർ ഭക്ഷിക്കും, നിങ്ങൾ എന്നെ ചെയ്യും? വിശന്നിരിക്കും. അടുത്ത് വായിച്ചു. എന്റെ ദാസന്മാർ പാനം ചെയ്യും, എന്റെ ദാസന്മാർ കുടിക്കും, നിങ്ങളോ ദാഹിച്ചിരിക്കും. നിങ്ങൾ ദാഹിച്ചിരിക്കും. എന്റെ ദാസന്മാർ സന്തോഷിക്കും, എന്റെ ദാസന്മാർ സന്തോഷിക്കും, നിങ്ങളോ ലജ്ജിച്ചിരിക്കും. നിങ്ങൾ ലജ്ജിക്കും. എന്റെ ദാസന്മാർ ഹൃദയാനന്ദം കൊണ്ട് ഘോഷിക്കും, നിങ്ങളോ മനോവ്യസനം കൊണ്ട് നിലവിളിച്ച്. എനിക്ക് ഇതങ്ങ് ഭയങ്കരമായിട്ട് വേദന തോന്നിയ ഒരു കാര്യമാണ്. എന്റെ ദാസന്മാർ ഹൃദയത്തിന്റെ അകത്ത് നിന്ന് ഹൃദയാനന്ദം കൊണ്ട് എന്ത് ചെയ്യും? ഘോഷിക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും? മനോവ്യസനം കൊണ്ട് നിലവിളിച്ച് മനോവ്യതയാൽ മുറയിടും. അടുത്ത്, നിങ്ങളുടെ പേർ നിങ്ങൾ എന്റെ വ്രതന്മാർക്ക് ഒരു ശാപവാക്കായി വെച്ചേച്ചു പോകും. കണ്ടോ, നിങ്ങൾ ചിലതിനൊക്കെ ഒരു അടയാളമായി മാറുമെന്ന്. ദൈവത്തെ അനുസരിക്കാത്തവർ, ദൈവത്തിന് വേണ്ടി നിൽക്കാത്തവർ, ദൈവശബ്ദം കേൾക്കാത്തവർ എന്നുള്ളത് വരും തലമുറകൾ പറയും. എന്നാ തിരിച്ചു പറയണം, ഈ കുടുംബം തകർച്ചയിൽ കിടന്നതാ, ഈ കുടുംബം ആമേൻ എന്ന് പറയുന്നത് ഒന്നുമില്ലാതെ കിടന്നതാ, പക്ഷെ ദൈവത്തെ അറിഞ്ഞത്, ദൈവം അവരെ മാനിച്ചതാണെന്ന് പറയിപ്പിക്കണം. ആമേൻ. എനിക്കത് ഭയങ്കര, ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഭയങ്കരമായിട്ട്, എൻ്റെ അകം അങ്ങ് ഭയങ്കരമായിട്ട് ചിന്ത ഭയങ്കരമായിട്ട് കൊണ്ടുവന്ന ഒരു വാക്കാണിത്. സ്തോത്രം. പെട്ടെന്ന് പോകാം. കർത്താവ് അടുത്ത വായിച്ച് ശാപവാക്കായിട്ട് വെച്ചോണ്ട് പോകും. അടുത്ത എനിക്കത് ചിന്തിക്കാൻ പറ്റാത്തൊരു വാക്കായി പോയത്, യഹോവയായ കർത്താവ് നിന്നെ കൊന്നുകളയും. എന്നിട്ട് അടുത്ത വായിച്ചേ, തന്റെ ദാസന്മാർക്ക് അവൻ വേറൊരു പേർ വിളിക്കും, മുമ്പിലത്തെ കഷ്ടങ്ങൾ മറന്നു പോകുകയും. അവിടെ നിൽക്കണം. നിങ്ങളെ കർത്താവ് കൊന്നുകളയും, പക്ഷെ എന്റെ ദാസന്മാർക്ക് ഞാൻ പുതിയൊരു പേര് കൊടുക്കുമെന്ന്. വചനത്തോടുള്ള ആ സീരിയസ്നെസ് നിങ്ങളൊന്ന് ഓർക്കണേ. കർത്താവിനോടുള്ള ആ, നമ്മൾ യേശുവിന്റെ സന്നിധിയിലേക്ക് വരുന്നത് മക്കളുടെ കല്യാണം നടക്കാൻ ആകല്ല കുഞ്ഞുങ്ങളെ. പ്ലീസ്, നിങ്ങൾ എന്റെ ഹൃദയം മനസ്സിലാക്കുക. മരിച്ചാൽ അടക്കാൻ വേണ്ടിയല്ല, പ്ലീസ്, നോ. നമ്മൾ യേശുവപ്പയുടെ അരികിലേക്ക് വരുന്നത് കർത്താവുമായിട്ടുള്ള ആ വലിയ സ്നേഹത്തിന്റെ ആഴം. അപ്പം പറന്നാലും സാരമില്ല, അമ്മ ഉപേക്ഷിച്ചാലും സാരമില്ല, ഒരു കഴിവില്ലെങ്കിലും സാരമില്ല, ഒരു വാക്ക് പറയാൻ നിന്റെ നാവിന് ബലമില്ലെങ്കിലും സാരമില്ല. നീ യേശുവിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നവനാണെങ്കിൽ, കർത്താവിന്റെ വചനത്തെ നിന്റെ നെഞ്ചോട്, നിന്റെ മാർവോട് ചേർത്ത് വെക്കുന്നവനാണെങ്കിൽ, ഞാൻ ഉറപ്പ് പറയാ, സ്വർഗം നിനക്ക് വേണ്ടി തുറന്നിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദനാദനാദിയ. ആമേൻ. ലോകം കഴിവുള്ളവരെയാ നോക്കുന്നത്. കോളിനെ പോലെ ലോകം കഴിവുള്ളവരെയാ നോക്കുന്നത്. ദൈവം പറയാ, എനിക്ക് കഴിവുള്ളവരെ അല്ല എൻ്റെ നോട്ടം. എൻ്റെ നോട്ടം എന്നോട് ചേർന്ന് നിൽക്കാൻ മനസ്സുള്ളവരെയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദൽ ഖമാനദലൽ കടകമ. കഥ പറയാ, അങ്ങനെ ചിലരെ ഞാൻ കൊന്നുകളയും, പക്ഷെ തന്റെ ദാസന്മാർക്ക് അവൻ വേറൊരു പേർ വിളിക്കും. വചനത്തിനകത്ത് പേര് മാറ്റിയില്ലേ? യാക്കോബിന് അപ്പനും അമ്മയും ജനനം കൊണ്ടിട്ട പേര് എന്താ? യാക്കോബ. അർത്ഥം ഉപായ. നല്ല പേരൊന്നുമല്ല. പ്രൈസലോ. പക്ഷെ സ്വർഗം എന്ത് ചെയ്തു? പേര് മാറ്റി. എത്ര പേരുടെ പേര്? വലിയൊരു ലിസ്റ്റ് എൻ്റെ മുമ്പിലുണ്ട്. പേര് മാറ്റി. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാം, സ്വർഗം 2025 ചിലരുടെ പേര് മാറ്റാൻ ആഗ്രഹിക്കുക. കണ്ണുനീരൊഴുക്കിയവൻ, പ്രാർത്ഥിച്ചവൻ, ദൈവശബ്ദം കേട്ടവൻ, ദൈവത്തെ അനുസരിച്ചവൻ,
അടുത്ത ലെവലിൽ. അവൻ ഞാൻ ദയവായി നിങ്ങളുടെ കാല് പിടിച്ച് ഞാൻ പറയാം, ഞാൻ ആദ്യം പറഞ്ഞ ആ ഗ്രൂപ്പിനകത്തും നിങ്ങൾ കയറുകയേ ചെയ്യരുത്. ലോകത്തിൽ നമുക്ക് വലിയ വീടുണ്ടായിരിക്കും, ലോകത്തിൽ വലിയ ധനമുണ്ടായിരിക്കും, സ്ഥാനമുണ്ടായിരിക്കും, മാനമുണ്ടായിരിക്കും. പക്ഷെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാതെ പോകുന്ന ഒരു തലമുറയാണ് ആമേൻ ഹല്ലേലൂയ നമ്മുടെ അനുഭവം കൊണ്ടെങ്കിൽ അവിടെ നമുക്ക് ലോകത്തിലുള്ളതൊന്നും ഗുണമാകത്തില്ല. പക്ഷെ ഇന്ന് പകൽ ദൈവ ശബ്ദം കേൾക്കുന്ന ഒരുവനായി, ദൈവാത്മാവിന്റെ നിയോഗത്തിന് നിൽക്കുന്ന ഒരുവനായി നീ മാറിക്കഴിഞ്ഞാൽ, ആത്മാവിൽ ഞാൻ ഇതിനകത്ത് പ്രവചിക്കുക, കർത്താവിനോട് പറയുന്നു, അടുത്ത ചില തലമുറകളെ ദൈവത്തിന് ശക്തമായി ഉപയോഗിക്കാൻ ആവശ്യമുണ്ട്, ആഗ്രഹമുണ്ട്. അത് ശബ്ദം കേൾക്കുന്ന തലമുറ, ദൈവ ശബ്ദം കേൾക്കുന്ന തലമുറ. അതുകൊണ്ടാണ് 2025 പ്രവേശിക്കുമ്പോൾ കർത്താവിൻ്റെ വേല ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും വേണ്ടി, അല്ലെങ്കിൽ സഭയെ ഏതെങ്കിലും നിലയിൽ ആമേൻ ഹെൽപ്പ് ചെയ്യുന്ന, ആമേൻ ഹല്ലേലൂയ, ശുശ്രൂഷകരായി സഭയെ ഏതെങ്കിലും നിലയിൽ ഹെൽപ്പ് ചെയ്യുന്ന ആമേൻ കുഞ്ഞുങ്ങളെ നമ്മൾ വേർതിരിച്ച് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ കൂടും. ആമേൻ ഹല്ലേലൂയ. കാരണം അവരെ മൂർച്ചയേറിയ ആയുധങ്ങളാക്കി പുറത്തെടുക്കണം, അവർ ദൈവരാജ്യത്തിന് തികവുള്ളവരാക്കി നമ്മൾ പുറത്തെടുക്കണം. ആമേൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ആമേൻ നിയോഗമുള്ളവർ, വിളിയുള്ളവർ, വാഗ്ദത്തം കേട്ടവർ ആമേൻ എവിടെങ്കിലും അടങ്ങിയിരുന്ന് ആദ്യത്തെ ഗ്രൂപ്പിനകത്ത് ദൈവത്തിൻ്റെ ആമേൻ ഒരു ശാപവാക്കായി ആമേൻ അടുത്ത തലമുറകൾ വരുമ്പോൾ കാണാൻ ഇടയാകാതെ ആമേൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി എഴുന്നേൽക്കണം. അതിന് ആമേൻ ഹല്ലേലൂയ ദൈവ ശബ്ദത്തിന്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയുക. വേഗത്തിൽ നമുക്ക് താഴോട്ട് വരാം, വായിച്ചു പെട്ടെന്ന്. മുമ്പിലത്തെ കഷ്ടങ്ങൾ മറന്നു പോകുകയും അവയുടെ കണ്ണിന് മറഞ്ഞിരിക്കുകയും ചെയ്യുക കൊണ്ട് ഭൂമിയിൽ തന്നെത്താൻ അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താൽ തന്നെത്താൻ അനുഗ്രഹിക്കും. ഇത് ഞാൻ അടുത്ത ദിവസം മെസ്സേജ് എടുക്കാമേ. തന്നെത്താൻ അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താൽ തന്നെത്താൻ അനുഗ്രഹിക്കും. തന്നെത്താൻ അനുഗ്രഹിക്കും. എല്ലാവരും ആ കൈ ഒന്ന് തലയിലോട്ട് വെച്ചേ, വേറെ ആരും വെക്കണ്ട, സ്വയം ഒന്ന് വെച്ച്, എന്നിട്ട് നിങ്ങളെ തന്നെ ഒന്ന് ബ്ലസ് ചെയ്തേ. ഭൂമിയിൽ തന്നെത്താൻ അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താൽ തന്നെത്താൻ അനുഗ്രഹിക്കും. നിങ്ങൾ ശാന്തരാധന. ഇത് ഞാൻ അടുത്ത ദിവസം ദൈവം അനുഗ്രഹിച്ചാൽ ഞാൻ ഇതിൻ്റെ ഈ ഒരൊറ്റ വാക്യത്തിൻ്റെ മെസ്സേജുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാം. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ കാണുന്നു ചിലർ അസാധാരണമായി അനുഗ്രഹിക്കപ്പെടാൻ പോവുക. ഞാൻ ഈ പദം പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കല്ല. ജന്മം തന്ന അപ്പം പോലും നമ്മളെ ഇങ്ങനെ അനുഗ്രഹിക്കത്തില്ല, അമ്മ പോലും അനുഗ്രഹിക്കത്തില്ല, ഭാര്യയോ ഭർത്താവ് പോലും അനുഗ്രഹിക്കത്തില്ല. ഞാൻ എന്നെ അനുഗ്രഹിക്കുന്നത് പോലെ. ആമേൻ. നിങ്ങൾക്കത് ഇന്ന് പകൽക്കാലം ഒന്ന് തിരിച്ചറിയാമോ? രോഗമായ ഏതെങ്കിലും നിലകളിൽ ഭാരപ്പെടുന്നവർ തലയിലോട്ട് കൈവച്ചിട്ട് വരാം. അടിപ്പിണരാൽ ഞാൻ സൗഖ്യമായി, അടിപ്പിണരാൽ ഞാൻ സൗഖ്യമായി, അടിപ്പിണരാൽ ഞാൻ സൗഖ്യമായി, അടിപ്പിണരാൽ ഞാൻ സൗഖ്യമായി. വഴികൾ അടഞ്ഞു കിടക്കുന്നവർ ആ തലയിലോട്ട് കൈവച്ചിട്ട് വരാം. യേശുവിൻ നാമത്തിൽ എനിക്ക് വേണ്ടി വഴി തുറക്കപ്പെട്ടു, യേശുവിൻ നാമത്തിൽ എനിക്ക് വേണ്ടി വഴി തുറക്കപ്പെട്ടു. ധൈര്യത്തോടെ പറ ആമേൻ ഹല്ലേലൂയ. ഇന്ന് പകൽ ഏതെങ്കിലും നിലകളിൽ ഒരു ദൈവിക ബ്ലെസ്സിങ്സ് നിങ്ങളുടെ മേൽ വേണമെങ്കിൽ ഇതാ നിങ്ങളുടെ കരങ്ങളിലൂടെ നിങ്ങളുടെ ശിരസിൽ അത് വരിക. തന്നെത്താൻ അനുഗ്രഹിക്കുന്നവൻ. ആമേൻ ഹല്ലേലൂയ. അടുത്ത വാക്ക് പറയുന്നു, ഭൂമിയിൽ സത്യം ചെയ്യുന്നവൻ സത്യദൈവത്തെ ചൊല്ലി സത്യം ചെയ്യുന്നു. അടുത്ത വാക്യം വേഗത്തിൽ വായിച്ചു. പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുമ്പിലത്തവ ആരും ഓർക്കുകയില്ല. ഞാൻ ആ പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്നുള്ളിടത്ത് ഇന്ന് പകൽക്കാലം ഒരു വാക്ക് ചേർക്കുകയാണ്. ടാമി ചർച്ചിന് വേണ്ടി എൻ്റെ ദൈവം പുതിയ ചിലത് സൃഷ്ടിക്കുന്നു. സഭയ മക്കൾക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഇന്ന് പകൽ പുതിയത് ചിലത് സൃഷ്ടിക്കുന്നു. നിങ്ങൾ എത്ര പേർ ആത്മാർത്ഥമായിട്ട് പറയൂ, ഇതുവരെ കണ്ടിട്ടില്ലാത്തതാ സൃഷ്ടിക്കപ്പെടുന്നത്, ഇതുവരെ കേട്ടിട്ടില്ലാത്തതാ സൃഷ്ടിക്കപ്പെടുന്നത്. പുറകിൽ ദൈവവചനത്തിന് വിരോധമായി മാറിയ തലമുറയ്ക്കല്ല, ദൈവവചനം കേൾക്കുന്ന തലമുറയ്ക്കു വേണ്ടി ഇതാ ദൈവം പുതിയ ചിലത് സൃഷ്ടിക്കുന്നു. അത് ശരീരത്തിലാകാം, അത് നിന്റെ ഓഫീസിലാകാം, അത് നിന്റെ ആമേൻ ശുശ്രൂഷയിലാകാം, അത് നിന്റെ പഠനത്തിലാകാം, അത് നിന്റെ കുടുംബത്തിലാകാം, അത് നിന്റെ തലമുറയ്ക്ക് വേണ്ടിയാകാം. ഇന്ന് പകൽ എൻ്റെ ദൈവത്താൽ എനിക്ക് വേണ്ടി പുതിയ ചിലത് സൃഷ്ടിക്കപ്പെടുന്നു എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കാൻ കഴിയുന്ന ദൈവമക്കൾ ആമേൻ കരങ്ങളെ തട്ടി സ്വർഗത്തിലെ ദൈവത്തിനൊരു മഹത്വം കൊടുക്കുക. ഞാൻ കാണുന്നു ചിലത് സൃഷ്ടിക്കപ്പെടുന്നു. ഓ പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ സന്തോഷം എന്നാന്ന് ചോദിച്ചാൽ പുതിയത് സൃഷ്ടിക്കപ്പെട്ട പഴയത് മറക്കും. നല്ലൊരു പുതിയ ഷർട്ട് കിട്ടുമ്പോൾ പഴയത് ചിലതൊക്കെ
ഇവരെ നോക്കി പറയണ്ട, ചിലപ്പോൾ അവരുടെ കബോർഡിനകത്തും അലമാരയ്ക്കകത്തും ഒക്കെ ഒത്തിരി പഴക്കമുള്ളതൊക്കെ കാണും. എന്തോ എന്നെ സൂക്ഷിച്ച് നോക്കുന്നു, അങ്ങനെ പറയണ്ട, എൻ്റെ അലമാരിക്കകത്ത് കിടപ്പുണ്ടെന്ന്. പ്രൈസലോ. പക്ഷെ പുതിയത് കിട്ടുമ്പോൾ പഴയതൊക്കെ എന്ത് ചെയ്യും? പറ, മറക്കും അല്ലേ? ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയട്ടെ, പഴയ വേദനകളും പഴയ ഭാരങ്ങളും പഴയ ശൂന്യതകളും ഒക്കെ മറക്കുമാറ് ദൈവത്തിൻ്റെ ചില നന്മയുടെ സൃഷ്ടിപ്പുകൾ നടക്കുക. വിശദീകരിക്കുന്നില്ല, ഞാൻ വേഗത്തിൽ വരാം. പ്രൈസലോ. ആമേൻ. മുമ്പിലത്തെ ആരും ഓർക്കയില്ല, ആരുടെയും മനസ്സിലത് വരികയുമില്ല. അടുത്ത വായിച്ചു. ഞാൻ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ സന്തോഷിച്ച് എന്നേക്കും ഘോഷിച്ചുല്ലസിപ്പിൻ. എനിക്ക് ആ ഒറ്റ വാക്കാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വാക്ക് അതിനകത്ത്, എന്നേക്കും. എല്ലാരും ചേർന്ന് പറഞ്ഞേ, എന്നേക്കും. ഉറക്കെ പറ, എന്നേക്കും. ഒരു പുതിയത് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ എത്ര കാലം അതിന്റെ പുതുമയുടെ സന്തോഷം ഉണ്ടാവും? ലോകത്തിൽ ഒരു പുതിയ ഇത് കിട്ടിയാൽ എത്ര നാൾ അതിൻ്റെ സന്തോഷം ഉണ്ടാവും? എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് ഒരു ഒത്തിരി ഡ്രീമായിട്ട് ഒരു 2 വീലർ പുതിയത് വാങ്ങിച്ചപ്പം അവൻ മഴ നനയാൻ പോലും സമ്മതിക്കത്തില്ലായിരുന്നു, ചെളി പറ്റാൻ സമ്മതിക്കത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. വീട്ടിൽ അന്ന് വാടകയ്ക്കാണ് താമസിക്കുന്നെങ്കിലും കാർ പോർച്ച് ഉണ്ടെങ്കിലും കാർ പോർച്ച് പോലും വെക്കത്തില്ല. എന്നും വൈകിട്ടാകുമ്പോഴത്തേനും ഒരു തടിയൊക്കെ ഇട്ട് തള്ളി പെരക്കകത്ത് കയറ്റി വെച്ച് 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുക്കും. അതിലെ ചെളിയെല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി അവിടെ വെക്കും. പ്രൈസലോ. ആമേൻ, ഹല്ലേലൂയ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആമേൻ, ഹല്ലേലൂയ, അതെൻ്റെ ഹൃദയത്തിൽ അതുപോലെ അടിത്തട്ടി കിടക്കുന്നതുകൊണ്ട് ആ വണ്ടിയുടെ നമ്പർ മാത്രം എൻ്റെ അകത്ത് ഇങ്ങനെ കിടപ്പുണ്ട്, KL 6B4972. അത് പറയുമ്പോൾ എൻ്റെ വണ്ടി എൻ്റെ മുമ്പിലേക്ക് ഓടി വരുന്നുണ്ട്. പക്ഷേ എത്ര കാലം നിന്നതിനോടുള്ള ആ പുതുമ എത്ര സമയങ്ങൾ നിന്നു. പ്രൈസലോ. ആമേൻ. പുതിയത് വന്നപ്പോൾ പഴയതെല്ലാം എന്ത് ചെയ്തു? മാറി. പക്ഷെ ഇവിടെ എനിക്ക് കാണാൻ പറ്റിയെന്നറിയാവോ? ഞാൻ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ സന്തോഷിച്ച് തുടങ്ങും, ആ സന്തോഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് നിന്നു പോകത്തില്ല. പാസ്റ്ററെ, കർത്താവ് ചിലത് ചെയ്തു തുടങ്ങി അതെന്നും പുതിയതായിരിക്കും. ചേർന്ന് ഒരു ആമേൻ പറയാവോ? ദൈവം തന്നു തുടങ്ങിയാൽ എന്നും അത് പുതിയതാ. ഹല്ലേലൂയ. ആമേൻ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ മഹത്വം പോയി പോകത്തില്ല, അതിൻ്റെ ശ്രേഷ്ഠത മാറിപ്പോകത്തില്ല. ഇന്ന് പകൽ എന്നോട് ചേർന്ന് എത്ര പേര് പറയും, ആർക്കും മായ്ക്കാൻ കഴിയാത്തതുപോലെ, ആർക്കും മാറ്റാൻ കഴിയാത്തതുപോലെ എന്നും പുതുമ നിലനിൽക്കുന്ന ചില ദൈവപ്രവർത്തികൾ ഇന്ന് പകൽ എൻ്റെ ദൈവത്താൽ എനിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെടുന്നതിനായി സ്തോത്രം. വീണ്ടും പറയാം, ഇത് അനുസരണക്കേട് കാണിക്കുന്ന തലമുറയ്ക്കല്ല, ദൈവത്തിൽ നിന്ന് മാറിപ്പോകുന്ന തലമുറയ്ക്കല്ല, വല്ലപ്പോഴും തോന്നുമ്പോൾ ദൈവത്തെ വിളിക്കുന്നവർക്കല്ല, ആണ്ടിലോ സംക്രാന്തിക്കോ പള്ളി പോകുന്നവർക്കല്ല, ദൈവവുമായി വിട്ടുപിരിയാത്ത, മാറിപ്പോകാത്ത, അഭേദ്യമായ ഒരു ബന്ധം സ്ഥാപിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി ദൈവം വിളിച്ചു പറയാ, ഞാൻ ചിലത് സൃഷ്ടിക്കാൻ പോകുകയാണ്. അതിന്റെ സന്തോഷം അവരുടെ അകത്തെന്നും ആഘോഷമായി നിൽക്കും. പെട്ടെന്ന് വായിച്ചു. ഇതാ ഞാൻ യെരൂശലേമിനെ ഉല്ലാസപ്രദമായും അതിലെ ജനത്തെ ആനന്ദപ്രദമായും സൃഷ്ടിക്കുന്നു. കണ്ടോ, പുതിയത് സൃഷ്ടിക്കുക. എങ്ങനെ സൃഷ്ടിക്കുന്നത് അറിയാമോ? അവിടെ ഒന്നുകൂടെ വായിക്കാം, നിർത്തി വായിക്കാം. അതിലെ ജനത്തെ ഞാൻ ഉല്ലാസപ്രദമായും. എന്തോ അതിന്റെ അർത്ഥം? ഉല്ലാസപ്രദം എന്ന് പറഞ്ഞ പറഞ്ഞേ, നിങ്ങൾ പറഞ്ഞേ, ഇല്ല സമയം പോകും, ഒത്തിരി പോകും. ആമേൻ. ഉല്ലാസപ്രദം എന്ന് പറഞ്ഞ സെലിബ്രേഷൻ. എങ്ങനെ കെസിയിരിക്കുന്ന പോലാണോ സെലിബ്രേഷൻ ഇരിക്കുന്നത്? എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ വിളിക്കാം, ബ്ലെസ്സി, ബെല്ല ഇന്ന് വന്നില്ല, അക്സ, ഇവരൊക്കെ ടൂറിന് പോകുമ്പോൾ എന്നെ ഉല്ലാസമാണെന്ന് പറയും. ഒരു നല്ല ആമേൻ പറഞ്ഞേ. അവരെ മാത്രമല്ല, ബാക്കിയുണ്ട്, വലുതും ചെറുതും എല്ലാം ഉണ്ട്. ചർച്ച് വിട്ടിറങ്ങിയ നമ്മൾ ഭയങ്കര ഉല്ലാസമാണ്. ചർച്ചിനകത്ത് വരുമ്പോൾ എൻ്റെ ഇവിടെ 2 കാന്താരികളുണ്ടായിരുന്നു, ഭയങ്കര ക്ഷീണം. അതാണ്ടിരിക്കുന്നു ഒരെണ്ണം എന്തി കാണുന്നില്ലല്ലോ. പോയോ, വെളിയിലായോ? പ്രൈസല്ലോ. ചർച്ചിനകത്തോട്ട് കയറിയ ക്ഷീണമാണ്. അണ്ട് ഓടി വരുന്നു, ഓടിവാടാ. അമേൻ. പ്രൈസല്ലോ. ഹല്ലേലൂയ. ഭയങ്കര ക്ഷീണമാണ്. അമേൻ. ഭയങ്കര തളർച്ചയാ. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറിയ കഴിഞ്ഞ ദിവസവും ഞാൻ കണ്ടു, ബിന്ദു രാത്രി 11 മണിയായപ്പോൾ പോയി കിടക്കടാന്നും പറഞ്ഞു വിടുന്നത്. ഭയങ്കര ആക്റ്റീവാ. പ്രൈസലോ. അപ്പൊ നമുക്ക് ഈ ഉല്ലാസം പറയണമെങ്കിൽ ചർച്ചിലെ നമ്മുടെ ഇരിപ്പ് പറഞ്ഞാൽ ഒക്കത്തില്ല.
നീ അതിനാമേൻ പറയണോടാ, നീ അതിനാമേൻ പറ. ചർച്ചിലെ ഇരിപ്പിന് നമുക്ക് ഉല്ലാസം പറയാൻ പറ്റത്തില്ല. ആമേൻ. വെളിയിലെ പോക്കാണ് എന്ത് ഉല്ലാസം. പക്ഷെ കർത്താവ് പറയാ, അതുപോലെ ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്ത് നിന്നെ സന്തോഷത്തിൻ്റെ അകത്തേക്ക് ദൈവം കൊണ്ടുവരും. ഒറ്റ വാക്ക് പറയാം, ഇനി നീ കരയാൻ ദൈവം അനുവദിക്കത്തില്ല. ഇനി നീ ശൂന്യത അനുഭവിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഇനി നീ ദുഃഖിച്ചിരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ആരെങ്കിലും നിന്റെ മേക്ക് കയറി നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ ഇല്ലാതാക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ ഉല്ലാസപ്രദമായി സഭ ഒരുമിച്ച് പറ, we are going to celebrate. നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കാൻ പോകുകയാണ്. എന്താണ് ആഘോഷിക്കാൻ പോകുന്നത്? നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ സ്നേഹത്താൽ എനിക്ക് ദൈവം സൃഷ്ടിച്ച നന്മകൾ. വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച്, യെരൂശലേമിനെ ഉല്ലാസപ്രദമായും അതിലെ ജനത്തെ ആനന്ദപ്രദമായി സൃഷ്ടിക്കാൻ പോവുക. ഇന്ന് ഞാൻ കണ്ട ചില കുടുംബങ്ങളുണ്ട്, ഇന്ന് ഞാൻ കേട്ട ചില വ്യക്തികളുണ്ട്. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, എന്റെ സഭയ മക്കളെ നോക്കി നിങ്ങളുടെ ഭവനത്തിനകത്ത് എന്റെ ദൈവത്തിന്റെ ഉല്ലാസത്തിന്റെ അനുഭവം ദൈവം റിലീസ് ചെയ്യാൻ പോകുകയാണ്. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ ആനന്ദം വരാൻ പോകുകയാണ്. അതിന്റെ അർത്ഥം നിന്റെ വിലാപ ദൈവം അവിടുന്ന് മാറ്റുന്നു. നിന്റെ വിലാപത്തെ ദൈവം മാറ്റിയിട്ട് നിന്റെ ദുഃഖത്തെ ദൈവം മാറ്റി നിന്റെ കരച്ചിലുകൾക്ക് മറുപടിയായി ദൈവം ചിലത് സൃഷ്ടിച്ചെടുക്കുന്നു. സമയം ഒന്ന് അടുത്ത വാക്കിയുടെ വായിച്ചേ, പെട്ടെന്ന് ക്ലോസ് ചെയ്യാം. ആമേൻ. ഹല്ലേലൂയ. വായിച്ചേ. ഞാൻ യെരൂശലേമിനെ കുറിച്ച് സന്തോഷിക്കുകയും, ഞാൻ യെരൂശലേമിനെ കുറിച്ച് സന്തോഷിക്കും, എന്റെ ജനത്തെ കുറിച്ച് ആനന്ദിക്കുകയും. കഥ പറയാ, എൻ്റെ മക്കൾ സന്തോഷിക്കുമ്പോൾ ഞാനും അവരുടെ കൂടെ സന്തോഷിക്കും. എൻ്റെ മക്കൾ ആഘോഷിക്കുമ്പോൾ ഞാനും അവരുടെ കൂടെ എന്ത് ചെയ്യും? ആഘോഷിക്കും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ദൈവത്തെ വിട്ടിട്ടുള്ള നിന്റെ ആഘോഷം ദൈവികമല്ല. ദൈവത്തെ ഇല്ലാതുള്ള നിന്റെ സന്തോഷമല്ല. എന്നാൽ ദൈവത്തോട് ചേർന്നുള്ള ആഘോഷം, ദൈവികമായ ആഘോഷങ്ങളിലേക്ക് സഭ ഒരുമിച്ച് വരട്ടെ, ആനന്ദിക്കുകയും ചെയ്യും. അതുകൊണ്ടുള്ള മറുപടി പറയാ, കരച്ചിലും നിലവിളിയും ഇനി അതിൽ കേൾക്കത്തില്ല. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയുന്നു, എവിടെങ്കിലും ഏതെങ്കിലും നിലകളിൽ കരയുന്നെങ്കിൽ ആ കരച്ചിലുകളെ മാറ്റാൻ കർത്താവ് അവിടുന്ന് ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, ആമേൻ, എന്നോടൊന്ന് അടുത്തുക, എന്നോടൊന്ന് ചേർന്ന് നിൽക്കുക, എന്റെ വചനമൊന്ന് കേൾക്കുക. ഇനി ആരെങ്കിലും ഒന്ന് പറയട്ടെന്ന് പറഞ്ഞു നീ നിൽക്കരുത്. ഇനി ഞാൻ ഒന്നുകൂടെ കേൾക്കട്ടെന്ന് പറഞ്ഞു നീ നിൽക്കരുത്. ഇന്ന് ഇത് ലാസ്റ്റ് ഡേ ആണ്. ഇത് നിന്റെ ലാസ്റ്റ് ടൈം ആണ്. റിസീവ് ദ വോയിസ് ഓഫ് ഗോഡ്. ദൈവ ശബ്ദത്തെ നീ കേട്ടുകൊണ്ട് ദൈവം നിന്റെ കരച്ചിൽ മാറ്റാൻ ആഗ്രഹിക്കുന്നു. നിന്റെ നിലവിളി മാറ്റാൻ ദൈവം അവിടുന്ന് ആഗ്രഹിക്കുന്നു. കർത്താവ് പറയാ, ഇനി അത് അവിടെ കേൾക്കുകയില്ല. ഓ റീബാരാബ ശംദരാധന ദിയാലബ ശംദരാധന. അടുത്ത വാക്യം കൂടെ പെട്ടെന്ന് മക്കൾ സ്റ്റേജിലേക്ക് വന്നാട്ടെ, വേഗത്തിൽ. റൂനാലബന ശംദരാധന ദിയ. കുറെ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടി, ആയുസ് തികയാത്ത വൃദ്ധനും ഇനി അവിടെ ഉണ്ടാകത്തില്ല. ബാലൻ 100 വയസ്സ് പ്രായമുള്ളവനായി മരിക്കും. പാപിയോ 100 വയസ്സുള്ളവനായിരുന്നാലും അപ്പൊ പാപിയും 100 വയസ്സ് വരെ ഇരിക്കാം. പക്ഷെ അവൻ ശാപം ചുമന്നുകൊണ്ട് പോകുമ്പോൾ ദൈവത്താലുള്ള നിവർത്തീകരണങ്ങൾ ഉണ്ടാകാൻ ഇന്ന് പകൽ ആത്മാവിൽ എത്ര പേരെന്നോട് ചേർന്ന് പറയൂ? എത്ര പേരെന്റെ ശബ്ദത്തെ കേട്ട് ഞാൻ വളരെ വേഗത്തിൽ ഇത് പറയുന്നത് കൊണ്ട് അതിന്റെ ആഴങ്ങൾ പലതും വെളിപ്പെട്ട് വരുന്നില്ലെന്ന് എനിക്കറിയാം. നിങ്ങളുടെ അകത്തേക്ക് അത് വരുന്നില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഇന്ന് പകൽക്കാലം പ്രാരംഭ വാക്യങ്ങളിൽ കണ്ടതുപോലെ ഒരു വാക്ക് ഞാൻ നിങ്ങളോട് പറയട്ടെ. ആമേൻ. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന, അവന്റെ ആജ്ഞ അനുസരിക്കുന്ന അവന്റെ വീരന്മാരായി, ആമേൻ, ഹല്ലേലൂയ, നമുക്ക് ഒരുമിച്ച് മാറുവാൻ സ്വർഗത്തിൽ ദൈവം അവിടുന്ന് കൃപ ചെയ്യട്ടെ. ഇന്ന് പകൽ ആത്മാർത്ഥമായി പറയുക. കർത്താവിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്. അടുത്ത വാക്യങ്ങളിൽ അവർ വീടുകളെ പണിതു പാർക്കും, അവർ മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കും, അവയിലെ ഫലം അവർ അനുഭവിക്കും. അവർ പണിക മറ്റൊരുവൻ പാർക്ക എന്ന് വരികയില്ല, അവർ നടുക മറ്റൊരുത്തൻ തിന്നുക എന്ന് വരികയില്ല. എന്റെ ജനത്തിന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെയാകും. എന്റെ വൃദ്ധന്മാർ തന്നെ തങ്ങളുടെ അധ്വാന ഫലം അനുഭവിക്കൂ. അവർ വൃഥ അധ്വാനിക്കുകയില്ല, ആപത്തിനായിട്ട് പ്രസവിക്കുകയില്ല. അവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതിയല്ലോ. അവരുടെ സന്താനം അവരോട് കൂടെ ഇരിക്കും. അവർ വിളിക്കുന്നതിന് മുൻപേ ഞാൻ ഉത്തരമരുളൂ. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. ചെന്നായ്ക്കളും കുഞ്ഞാടുകളും ഒരുമിച്ച് മേയും. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. സർപ്പത്തിന് പൊടി ആകാരം
ഫലമായി തീരൂ. എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ ആമേൻ ഹല്ലേലൂയ ആരും ചെയ്യുകയില്ല. ഇന്ന് പകൽ എത്ര പേര് പറയുന്നു ദൈവസഭയ്ക്ക് ദോഷം ചെയ്യുവാൻ, ദൈവ കുഞ്ഞുങ്ങൾക്ക് ദോഷം ചെയ്യുവാൻ, ആമേൻ ദൈവിക തലമുറകളെ അപമാനിച്ചു കളയുവാൻ ദൈവം ആരെയും അനുവദിക്കുകയില്ല. കർത്താവ് പറയുന്നു ഒരുവനും നിനക്കൊരു ദോഷം ചെയ്യുകയില്ല. ആരോടാ ഇത് പറയുന്നത്? വചനം കേട്ടിട്ട് മറുത്തു പോകുന്നവരെ കുറിച്ചല്ല. ഓ വചനമോ യേശുവോ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവരെ കുറിച്ചല്ല. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം കേട്ടിട്ട് അതിന് വില കൊടുക്കുന്ന, അതിനോട് ചേർന്ന് നിൽക്കുന്ന ദൈവസഭയോട് ഇന്ന് പകൽ ആത്മാവിൽ കർത്താവിന് ചിലത് ഇടപെടാനുണ്ട്. എത്ര പേരെന്നോട് ചേർന്ന് പറയൂ, ഇന്ന് പകൽ എന്റെ ആഘോഷം യേശുവ, എന്റെ സന്തോഷം യേശുവ, എന്റെ സമൃദ്ധി യേശുവ, എന്റെ ജീവൻ യേശുവ. ആമേൻ മുമ്പേ പാടിയതുപോലെ എന്റെ ആമേൻ ചങ്കാണ്, എന്റെ പ്രാണനാണ്, എന്റെ എല്ലാം എല്ലാമാണ്. യേശുവില്ലാതെ എനിക്കൊന്നുമില്ല. ഇത് പറയുന്ന തന്റെ മക്കൾക്ക് വേണ്ടി സ്വർഗം തുറക്കപ്പെടുന്നു. എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. ആമേൻ ഹല്ലേലൂയ. ഒരു മിനിറ്റ് കർത്താവിനൊന്ന് നന്ദി പറഞ്ഞ് നമുക്ക് വേഗത്തിൽ അവിടുന്ന് പിരിയുവാൻ ഇന്ന് പകൽക്കാലം കർത്താവ് അവിടുന്ന് കൃപ ചെയ്യട്ടെ. എത്ര പേര് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ട്? ദൈവവചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് ഒരിക്കലും നീങ്ങി പോകത്തില്ലെന്ന്, ഒരിക്കലും മാറിപ്പോകത്തില്ലെന്ന്, ഒരിക്കലും എന്നെ വിട്ടു മാറത്തില്ലെന്ന് പറയുന്ന എല്ലാ രോഗമാകാം, വേദനയാകാം, ശാപമാകാം, അവൻ ഇല്ലായ്മയാകാം, അത് മാറിപ്പോയി ആത്മാവിൽ ഒരു അത്ഭുതം നടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ചേർന്ന് കർത്താവിനൊരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് പറ, ഞാൻ വചനം കേൾക്കും, ഞാൻ വചനം അനുസരിക്കും, ഞാൻ വചനത്തിന്റെ തലമുറയായി ജീവിക്കും. ഹല്ലേലൂയ. എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് സ്വർഗത്തിന്റെ മുഖത്തേക്ക് നോക്കി സമർപ്പണത്തോടെ ഒരു നിമിഷം. അനുസരണക്കേടിന്റെ തലമുറയുടെ കാലമായത്. പക്ഷെ എന്റെ മക്കള് പറ, സഭയ മക്കള് പറ, ഞങ്ങൾ കർത്താവിനെ അനുസരിക്കും. പോയ കാലങ്ങളോർത്തില്ല ഞാനും നിന്റെ വേലയ്ക്ക് വേണ്ടുന്നതൊന്നും കണ്ണുനീർ പോലും ഏകാൻ മറന്നു, പ്രാർത്ഥിപ്പാൻ പോലും ആയില്ല നാഥ. പോയ കാലങ്ങൾ ഓർത്തില്ല ഞാനും നിന്റെ സേവയ്ക്ക് വേണ്ടുന്നതൊന്നും കണ്ണുനീർ പോലും ഏകാൻ മറന്നു, പ്രാർത്ഥിപ്പാൻ പോലും ആയില്ല ഞാൻ. എന്നിട്ടും മാപ്പു നൽകാൻ കനിവായി നീ കർത്താവേ, ഇനി ഞാൻ വൈകുകില്ല നിനക്കാ സാക്ഷിയാകാൻ. അനുസരിക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കുന്നു. ദൈവശബ്ദം കേട്ടത് അനുസരിപ്പാനാണെന്ന ബോധ്യമുള്ള തലമുറ. തരുന്നു നിൻ സേവയ്ക്കായി തുറന്ന മനസ്സോടെ മുറ്റും തരുന്നു നിൻ പൂർണ്ണമായി കൊടുക്കാം.
അങ്ങയുടെ വയലിൽ പണിയാ കൊയ്ത്തു തീരുവോളം വയലിൽ പണിയാ ജീവൻ പോകുവോളം വയലിൽ പണിയാ ജീവൻ പോകുവോളം ചില തലമുറകളെ അനുസരണമുള്ള തലമുറ അത് പറയും. ഇത്രയും സ്നേഹിച്ച പോരാ ഇത്രയും ആരാധിച്ച പോരാ ഇത്രയും സ്നേഹിച്ച പോരാ അങ്ങേ ഇത്രയും ആരാധിച്ച പോരാ ഓ യേശുവേ യേശുവേ അങ്ങേ പോലെ മറ്റാരുമില്ല അങ്ങേ പോലെ യേശുവേ യേശുവേ അങ്ങേ പോലെ മറ്റാരുമില്ല യേശുവേ യേശുവേ
ചേർക്കുമേ മനക്ലേശം തീർക്കുമേ മാർവോട് ചേർക്കുമേ മനക്ലേശം തീർക്കുമേ അമ്മ നൽകും സ്നേഹത്തേക്കാൾ അതനുഭവിക്കുന്ന മക്കൾ ഇന്ന് പകൽ ആത്മാർത്ഥമായി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാണ്. അമ്മ നൽകും സ്നേഹത്തേക്കാൾ യേശു എന്നെ സ്നേഹിക്കുന്നു. വചനം അനുസരിക്കുന്ന വീരന്മാരായി, അവന്റെ ഇഷ്ടം ചെയ്യുന്ന നല്ല ശുശ്രൂഷകരായി, അപ്പയുടെ വചനത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നവരായി തീർന്ന ദൈവിക അനുഗ്രഹങ്ങൾ, ദൈവിക സമാധാനം, ദൈവിക നന്മകൾ പ്രാപിച്ച് നമുക്ക് സ്വസ്ഥമായ ഒരു ജീവിതം നയിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. ബുധനാഴ്ച നമ്മുടെ പ്രാർത്ഥനയുണ്ട്, വെള്ളിയാഴ്ച വൈകിട്ട് നമ്മുടെ പ്രാർത്ഥനയുണ്ട്, ശനിയാഴ്ച രാവിലെ 9:30 തുടങ്ങി 5 മണി വരെ ഉണർവിന്റെ മീറ്റിംഗ്. ഈ ശുശ്രൂഷകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഡിസംബർ 23, 24 തീയതികളിലുള്ള യൂത്ത് മീറ്റിംഗിനായി നിങ്ങൾ സ്തോത്രം ചെയ്യുക. 31st വാച്ച് നൈറ്റ് സർവീസ് ഏറ്റവും അനുഗ്രഹമാകാൻ നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, അങ്ങയുടെ നാമത്തിൽ ഞാൻ ഈ സഭയെ ബ്ലസ് ചെയ്യുന്നു. ഞങ്ങളോടപ്പ പറഞ്ഞത്, വചനം കേൾക്കാത്തൊരു തലമുറയുണ്ട്, അനുസരിക്കാത്തൊരു തലമുറയുണ്ട്. അവരെ പോലെ പരാജിതരാകാതെ വചനം കേട്ടനുസരിക്കുന്ന കർത്താവേ, അങ്ങയുടെ മക്കളായി വിശ്വസ്തയോടെ ജീവിപ്പാൻ ചാമി ചോദിച്ചിന് ദൈവം കൃപ തരണം. അതിനായി ഞങ്ങൾ ഇടിവിൽ നിൽക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും, വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിന്റെ സഹവാസവും കൂട്ടായ്മയും നമ്മോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും സഭയാം കുടുംബത്തോടുകൂടി ക്രിസ്തുയേശുവിന്റെ രണ്ടാമത് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. മേ ഗോഡ് ബ്ലെസ് യു. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.